വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 6 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായി. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി. തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമത്യം സകല ജാതികളെയും കുടിപ്പിച്ച മഗധയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു ദൂതൻ അവിടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവക്രോധത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിദണ്ഡങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ മുമ്പാൽ എന്നെ നയിക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഈ വായിച്ച വേദഭാഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, സ്വർഗീയനാഥ, ഇവിടെ നടക്കുന്ന കൺമക്ഷ യോഗത്തിൻ്റെ 1-ാമത്തെ രാത്രിക്കായി സ്തുതിക്കുന്നു. പിതാവേ, വചനം അങ്ങയുടെ ദേശവും ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ മക്കൾ എല്ലാവരും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു കൊടുത്തു. ഈ വായിച്ചു കേൾപ്പിച്ച വചനത്തിൽ നിന്നും താവിന് ദാസൻ അത്യുച്ചത്തിൽ വചനം പ്രവേശിക്കുന്നു. അതിനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏറ്റുകൊണ്ട് ഞങ്ങളുടെ മനസ്സുകളിൽ ഉറപ്പിച്ചുകൊണ്ട് ഇടം വിട്ട് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ കണ്ടെത്തുവാൻ ഇന്നത്തെ ആരാധന മുഖാന്തരം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ട ആ ദുഃഖവാർത്തയും ദുഃഖഭവനത്തെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ഏത് നേരത്തും മനുഷ്യൻ്റെ മേൽ ഈ ലോകത്തിൽ മരണം വന്ന് വീഴും. അനേക ആയിരങ്ങൾ മരണം വഴി ലോകം വിട്ട് കടന്നുപോയി. ആ ദുഃഖാർത്തരായ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. സാന്ത്വനപ്പെടുത്തണം, അവർക്ക് സമാധാനം കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ വിട്ടുകളയാതെ ഉറച്ചു നിൽക്കുവാൻ തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തുനിന്നും ചാരത്തും ഈ മൈക്കിൻ്റെ ശബ്ദപരിധി കേൾക്കുന്നതായ സകലവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി എല്ലാവർക്കും ഒരു കർത്താവെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ ഒരു രാത്രിയാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇവിടെ ഇരിക്കണം. പ്രകൃതിയെ തമ്പുരാൻ നിയന്ത്രിച്ചു വരണമേ. ഞങ്ങൾ ആരാധന കഴിഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ചെന്നെത്തുവാൻ സ്വർഗം ദൂതന്മാരെ അയച്ച് എല്ലാ പ്രകൃതിയെയും പിടിച്ചുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെയും കുറ്റങ്ങളെയും ഇവിടെ തമ്പുരാൻ അവിടുന്ന് ക്ഷമിച്ച് വിശുദ്ധമാർന്ന ജീവിതത്തിന് ഞങ്ങൾ ഏവരെയും കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് വചനം കേൾപ്പിക്കുന്ന പ്രിയ കർത്തദാസനായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാവിലൂടെ ഹൃദയത്തിലൂടെ മാറ്റമില്ലാത്ത ഈ തിരുവചനങ്ങളെ കർത്താവെടുത്ത് വ്യക്തിയായി ദേശപരമായി വിളിച്ചു പറയുമ്പോൾ അത് 30, 60, 100 മേനി വിളവ് ഉണ്ടാകുവാൻ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടിയ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ അരുമനാഥ ഈ ഡയസിലായിരിക്കുന്ന
എല്ലാവരെയും അയച്ച സഹോദരങ്ങളുണ്ട്. ശബ്ദം കേട്ട് കടന്നു വരുന്നവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വന്നു എന്ന് പറയുവാൻ ഇന്നത്തെ ആരാധനയെ ദൈവം കൃപ ചെയ്യും. മാനവും മഹത്വം എടുക്കണം. കർത്താവിൽ സകലതും ഫലമേൽപ്പിച്ചടയെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയോട് ഉത്തരമരണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കൊയറിനോടൊപ്പം ചേർന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ സോങ് ഷൈനിയ പാടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് നമുക്ക് സ്തോത്ര വഴിപാടുകൾ ബന്ധപ്പെട്ടവർ ശേഖരിക്കുന്നതാണ്.
പാട്ടുകാരൻ പാടിയ സൗരി ഷൈനിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ആളിന് കൂടെ സ്വാഗതം പറയാൻ വിട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾക്കറിയുന്നത് പോലെ എൻ്റെ പേര് നടരാജൻ എന്നാണ്. എൻ്റെ അവസാനത്തെ സഹോദരൻ്റെ പേര് കരുണാകരൻ എന്നാണ്. അദ്ദേഹം പാറശാല മുരിയങ്കര ചർച്ചിൻ്റെ സെക്രട്ടറിയാണ്. ഇത് നമ്മളോടൊപ്പമുണ്ട്. അവർക്കും ഏർപ്പെടുന്നു. നമുക്ക് കണ്ടുകടയ്ക്കാം. ഇവിടെ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര വഴിപാടുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമായ കർത്താവേ, ഈ കൺവെൻഷൻ യോഗം ഇവിടെ നടത്തുവാൻ നിശ്ചയിച്ചു എന്ന് പറയുന്ന സമയം മുതൽ ഈ ദേശത്തായിരിക്കുന്ന സഭയിലെ വിശ്വാസികളും സഭയിലല്ലാത്തവരുമായിരിക്കുന്ന ധാരാളം ആളുകൾ രഹസ്യമായും പരസ്യമായും ഒക്കെ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന കാണിക്കകളും നേർച്ചകളും സംഭാവനകളുമൊക്കെ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇതാ സമർപ്പിക്കുന്നു. അപ്പാ പിതാവേ, ദൈവമേ, നീ ഇത് സ്വീകരിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്ത കരങ്ങളെ ധാരാളമായി നീ അനുഗ്രഹിക്കണം. നിന്റെ കൃപ കൂടിയിരിക്കണം. ഇത് ഈ കൺവെൻഷൻ യോഗത്തിന്റെ നടത്തിപ്പിന് അത് ഉപയോഗിച്ച് അത് അനുഗ്രഹപ്രദമായി തീരുവാൻ, ഇത് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. ഇത് സ്വീകരിച്ചതിനായി സ്തുതിക്കുന്നു. ഇത് വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നതിനായി സ്തുതിക്കുന്നു. യേശു നാമം ചോദിക്കുന്നു, കേൾക്കണം ദൈവമേ. ആമേൻ. സമയം ഒരുപാടായി. നമ്മുടെ ബഹുമാനമുള്ള പാസ്റ്റർ എന്നെ വഴക്കു പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ള പാസ്റ്റർ ബാബു കൊച്ചാപ്പി അവരുടെ ദൈവത്തിൻ്റെ വചനം വിളമ്പുവാൻ ഞാൻ ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും സന്തോഷം വരാണ് നമ്മുടെ കരങ്ങൾ ഓർത്തി കണ്ട് നല്ലത് പറഞ്ഞാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിമനോഹരമായ ഈ സായം സന്ധ്യയിൽ ചരിത്ര പ്രസിദ്ധമായ കാരോട് സെവന്ത് സഭയിൽ 52ാമത് ഒരു വാർഷികം കൂടെയാണ്. 52ാമത് സഭാവാർഷികവും 52ാമത് വാർഷിക കൺവെൻഷൻ കൂടെ അതിമനോഹരമായ പ്രകൃതി രമണീയമായ പ്രദേശത്ത് ഇപ്രകാരം ഒരു ദേവാലയം ഈ ദേശത്തിന്റെ ഒരു രക്ഷാപേടകമായി നിലനിൽക്കുവാനും ഈ 52 വർഷം വരെ ഈ സഭ അണയാതെ മങ്ങാതെ മായാതെ നിലനിൽക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ ദേശത്തിന് ഈ ഒരു ദൈവാലയം ആവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഈ ആലയം 52 വർഷമായപ്പോഴുള്ള നിലനിൽക്കുവാൻ കാരണം. ഹല്ലേലൂയ. കാരണം ഒരു ദൈവാലയം എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ വിളക്ക്, അതിനേക്കാൾ ഉപരിയായ ഒരു രക്ഷാപേടകവുമാണ്.
കാരണം രക്ഷാപേടകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർത്തു പോകുന്നത് നോഹയുടെ പേടകത്തെ കുറിച്ചാണ്. ലോകത്തിലുള്ള മുഴുവൻ ജനതയും രക്ഷിപ്പാനായി കർത്താവായ യേശുക്രിസ്തു നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറയുന്ന പ്രകാരം അതിന്റെ ഉദരവും അതിന്റെ വീതി, ആഴം, നീളം ഈ വിധത്തിലായിരിക്കണം. ഞാൻ പറയുന്ന മാതൃകയിലായിരിക്കണം. ഞാൻ പറയുന്ന അളവിൻ പ്രകാരമായിരിക്കണം. പണിതിട്ട് നീ ലോകത്തോട് പ്രസംഗിക്കണം. മഴ വരാൻ പോവുകയാണ്. മഴ വരാൻ പോവുകയാണ്. അതുകൊണ്ട് വേഗം ആ മഴയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ നിന്റെ കുടുംബവും ആ പേടകത്തിലേക്ക് പ്രവേശിക്കണം. ഇത് യേശുക്രിസ്തുവിന്റെ അവസാന വാക്കുകളായിരുന്നു. ശക്തമായി പ്രസംഗിക്കാൻ പറഞ്ഞു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവനും രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ള ആ വലിയ ഒരു ദൂത് നോഹ ലോകത്തോട് പ്രസംഗിക്കാൻ തുടങ്ങി. 1, 2, 5, 10 വർഷമല്ല പ്രസംഗിച്ചത്. 120 വർഷം ദൈവത്തിന്റെ വചനം അദ്ദേഹം പ്രസംഗിച്ചു. അവസാനം ദൈവമായ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നോഹയെ മതി, നീ നിന്റെ ഭാര്യ, നിന്റെ മക്കള്, അവരുടെ കുടുംബം കേറിക്കൊള്ളാൻ പറഞ്ഞു. മൃഗങ്ങളെന്ന ആണും പെണ്ണുമായി വിശുദ്ധിയുള്ളതും വിശുദ്ധിയില്ലാത്തതുമായതായ പർവ്വജാതി, ഇഴജാതി, മൃഗജാതി എന്ന് വേണ്ട എല്ലാത്തിനും വേണം കയറ്റുവാൻ പറഞ്ഞു. മൃഗങ്ങൾ കയറിയാലും എന്റെ സുവിശേഷം 120 വർഷം കേട്ടിട്ടും കേൾക്കാൻ കഴിയാത്തവര് ഈ മൃഗങ്ങളെ നീ അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു. എല്ലാവരും കയറി പെട്ടകം അടച്ചു. ദൈവം തന്നെയാണ് പെട്ടകത്തിന്റെ വാതിൽ അടച്ചത്. അടയ്ക്കാതെ വിടം തുറക്കുകയും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്ന അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായ യേശു പെട്ടകത്തിന്റെ വാതിലും അടച്ചു. ശേഷം കർത്താവായ യേശു ക്രിസ്തുവിനാൽ ആകാശത്തിന്റെ കിളിവാതിലും ഭൂമിയുടെ ഉറവുകളും തുറന്നു. 40 രായും 40 പകലും തോരാതെ മഴ പെയ്യുവാൻ തുടങ്ങി. മഴ വരുന്നു എന്ന് പ്രസംഗിച്ചിട്ട് കേൾക്കാൻ കഴിയാതെ ശക്തമായ മഴയിൽ ആളുകൾ ഓടുവാൻ തുടങ്ങി. നാടും വീടും സ്വന്തവും ബന്ധവും ആടും ആടുകളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ പെട്ടകത്തിൽ കയറുവാൻ ശ്രമിച്ചവരാർക്കും കയറുവാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ കൊടുത്തു, നാളുകൾ കൊടുത്തു, കയറുവാൻ പറഞ്ഞു. സുരക്ഷിതമായ പെട്ടകം ഒരുക്കി കയറുവാൻ, സൗജന്യമായി കയറുവാൻ അനുവാദം ദൈവം കൊടുത്തു. ആർക്കും മനസ്സില്ലാതെയാണ്. അവസാനം നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ 3 ആൺമക്കള് ശേം, ഹാം, യാഫത്ത്, അവിടെ ഭാര്യമാരും വെറും 8 പേര് മാത്രം. 7 മില്യൺ ജനം ഉണ്ടായിരുന്ന ലോകത്ത് വെറും 8 പേര് മാത്രം ആ പെട്ടകത്തിൽ കയറി. ഹല്ലേലൂയ. ഇതുപോലെയാണ് ഇതാ ഇവിടെ ഒരു പെട്ടകം എന്നതുപോലെ രക്ഷാപേടകം ഇതാ പണിതിരിക്കുന്നു. 52 വർഷം കൊണ്ട് പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. 52 വർഷം കൊണ്ട് പ്രസംഗിക്കുകയാണ്. കയറിക്കൊള്ളുക, 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 ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുക എന്ന് നിരവധി ദാസ്യദാസന്മാർ ശബ്ദത്തോടുകൂടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടകം ഇന്നും ഇവിടെയുണ്ട്. നോഹ പറഞ്ഞു മഴ വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളും പറയുക യേശു വരുവാൻ പോവുകയാണ്. കർത്താവായ യേശു വേഗം വരാൻ പോവുകയാണ്. പെട്ടകത്തിനകത്ത് കയറുവാൻ ആഗ്രഹിക്കുന്നവര് കയറിക്കൊള്ളുവാൻ. ഇത് 52 വർഷമായിട്ടും ഓരോ നിമിഷം ഓരോ വർഷം പെട്ടകം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ പെട്ടകത്തിൽ കയറുന്നവരെ രക്ഷപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ആലയത്തിനകത്തുണ്ട്. ദൈവദൂതന്മാർ മുൻപിലായി കാവലുമായിട്ടുണ്ട്. ആമേൻ. ഓരോ ഹൃദയങ്ങളിൽ കർത്താവ് മുട്ടുകയാണ്.
ഞാനിതാ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ആർക്കെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടുവെങ്കിൽ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും കൂടെ അത്താഴം കഴിപ്പാത്തക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഈ 52 വർഷവും ഒരു തിരുനാളം എന്ന പോലെ ഈ ദേശത്തിന്റെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു സഭ എന്നോണം അകലെ ലോകവ്യാപകമായി പ്രവർത്തിക്കുന്ന സെവൻത് അഡ്വെന്റിസ്റ്റ് കണ്ണിയായി ഈ കാരോട് പ്രദേശത്ത് നിൽക്കണമെങ്കിൽ അതൊരു ദൈവ ഉദ്ദേശമാണ്. ഇല്ലെങ്കിൽ എന്ന് നമ്മൾ പൊളിച്ചു കെട്ടി ഇവിടുന്ന് പോകുമായിരുന്നു. ഇവിടെ ഇന്നും നിലനിൽക്കുവാൻ കാരണം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇവിടെയുള്ള ജനത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആരും നശിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയാകാതെ സകലവരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, എന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു വർഗത്തെ മാത്രമല്ല, ഒരു ജാതിയെ മാത്രമല്ല, ഒരു സഭക്കാരെ മാത്രമല്ല, സകലവരെ നിഷ്പക്ഷമായ യേശുവിന്റെ സ്നേഹം ഇന്ന് മാടി വിളിക്കുകയാണ് ഈ ദേശത്തോട്. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം 56-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കുകയാൽ ശബദങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ ആചരിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തൊരു ഭാഗ്യവാൻ. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല സഹോദരങ്ങളെ. നമ്മുടെ ഉദ്ദേശങ്ങൾ ദൈവജനമാണ് ഇപ്രകാരമാണ്. നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ലോക സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സമാധാനമില്ല, ലോകത്തിന് സമാധാനമില്ല. ലോകരാഷ്ട്രങ്ങൾ സമാധാനത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നങ്ങൾ അത് രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ലോകം ഒരൊറ്റ ദിവസം കൊണ്ട് കോവിഡ് വന്ന നിമിഷം മുതൽ ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആക്കി മാറ്റി. ഒരു വാഹനങ്ങൾക്കോ ഒരു റിക്ഷകൾക്കോ ഒരു സൈക്കിളിന് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത ലോകമായി മാറി. ഹല്ലേലൂയ. അതുപോലെ നിയമങ്ങൾ ഓരോ നിമിഷം പ്രതി കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദൈവാലയം എന്ന് പറഞ്ഞിരിക്കുന്നത് സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളെ ഞാൻ കൊണ്ടുപോയി നിങ്ങളുടെ ഹോമയാഗങ്ങളും നിങ്ങളുടെ ഹനനയാഗങ്ങളും ഞാൻ സ്വീകരിച്ചിട്ട് നിങ്ങളെ എൻ്റെ ആലയത്തിൽ ഞാൻ കൊണ്ടുവന്നു സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ഈ ആലയം ഈ 52 വർഷക്കാലം നിലനിൽക്കുമ്പോൾ ഈ ആലയം ഈ ദേശത്തുള്ള സകല ജാതികൾക്കുമുള്ള ഒരു പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. സകല ജാതികൾക്കുമുള്ള ഒരു പ്രാർത്ഥന വിളിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ദിവസം മുതൽ ഇന്ന് മുതൽ ഈ ദേശത്തിന്റെ രക്ഷാപേടകമായിരിക്കുന്ന ഈ ദൈവാലയത്തിന്റെ 52ാമത് വാർഷിക കൺവെൻഷൻ യോഗം നിങ്ങൾ എവിടെയും പേരിലും പ്രാർത്ഥനാപൂർവം ഞാൻ ഉദ്ഘാടനം ചെയ്താൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യാൽ എന്നെ ക്ഷണിച്ചതായ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ നടരാജൻ അവറുകൾ, അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിലും അദ്ദേഹം അസാധാരണമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ലോകത്തെ മുഴുവനും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അമേരിക്കൻ ഐക്യനാടുകളും ഇന്ത്യയിലും മറ്റുമൊക്കെ അദ്ദേഹം സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് അനേകർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇന്നും ഒരുപക്ഷെ അദ്ദേഹം നമ്മളതൊന്ന് വാർദ്ധക്യമായി എന്നുള്ളതാണ്. ഒരിക്കലും വാർദ്ധക്യമായില്ല. വാർദ്ധക്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് പൊഴിയുക, കണ്ണ് കാണാതെ വരിക, നടക്കാൻ കഴിയാതെ വരിക, ഇതാണ് വയസ്സനാകുക എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. കാരണം വേദപുസ്തകത്തിൽ, യോശുവയുടെ പുസ്തകത്തിൽ കാലേബ് എന്ന് പറയുന്ന അസാധാരണ മനുഷ്യനുണ്ട്. കാലേബ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്ന് ഞാൻ യൗവനക്കാരനാണ്, ഇന്നും എനിക്ക് പോകുവാനും വരുവാനും മോശ എന്നെ അയച്ച നാൾ, എന്റെ 24ാമത്തെ വയസ്സിൽ മോശ എന്നെ അയച്ച നാളെന്ന പോലെ ഇന്നും ആ 24 വയസ്സിന്റെ ആ മികവ് ഇന്ന് എനിക്കുമുണ്ട്. പടവെട്ടുവാനും യുദ്ധം ചെയ്യുവാനും എനിക്ക് കഴിയും. ആ വലിയൊരു ശക്തി ബഹുമാനോട് പാസ്റ്റർ നടരാൻ അവർക്ക് ലഭിച്ചതെന്ന് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ഈ ദൈവസഭയെ ഈ പ്രദേശത്തോട് ഒന്നിപ്പിച്ചു കൊണ്ടുപോകുവാൻ ഐശ്രാന്ത പരിശ്രമവും പ്രാർത്ഥനയും ഉപവാസത്തോടുകൂടി വഴി കഴിയുന്ന ഒരു മകൾ വ്യക്തിയാണ്. അദ്ദേഹത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപക്ഷെ അദ്ദേഹത്തിലൂടെ
ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ കർത്താവ് വരണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. കാരണം അനേകർ പ്രസംഗിക്കുന്നുണ്ട് 2030 കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിലും കോട്ടയം ജില്ലകളിലും അതുപോലെ നമ്മുടെ ഒറ്റപ്പാലം പ്രദേശത്ത് അവിടെ എല്ലാം പ്രസംഗിക്കുന്നവരുണ്ട്. 2030 കർത്താവ് എന്ത് ചെയ്യും? വരുമെന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. അമേരിക്കയിലും പ്രസംഗിക്കുന്നവരുണ്ട്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 27 നിങ്ങൾക്കറിയാമോ? 2027 നിങ്ങൾക്ക് ഏവർക്കും അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടിട്ട് 2000 വർഷം പൂർത്തിയാകുകയാണ്. 2027 ആകുമ്പോൾ യേശു ക്രിസ്തു സ്നാനം സ്വീകരിച്ചിട്ട് എത്ര വർഷം? 2000 വർഷം പൂർത്തിയാകുകയാണ് 2027 ആണ്ടിൽ. ഹല്ലേലൂയ. അങ്ങനെ അഖില ലോക വ്യാപകമായി സഹോദരരുടെ സഭ വളരെ ഉത്സാഹരായി ലക്ഷക്കണക്കിന് ആളുകൾ ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് പ്രവേശിപ്പാൻ അവർ ജാഗരൂകരായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. പാരീസിലും ന്യൂയോർക്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പാപ്പാ ന്യൂഗിനിയ, അതുപോലെ ആഫ്രിക്കൻ ഐക്യനാടുകളിലും മറ്റിതര സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ സ്നാനം സ്വീകരിച്ച് സത്യസഭയോടും സത്യവചനം പഠിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് ശരവേഗതയിൽ അവർ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ലോക സംഭവങ്ങളിൽ അത്യത്ഭുതകരമായ മാറ്റങ്ങളിലൂടെ അഖില ലോക സഭ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഓരോരു ചിന്തിക്കുമായിരിക്കാം, സഭയിൽ ആളില്ല, നോഹ പെട്ടകം പണിതിട്ട് പെട്ടകത്തിനകത്ത് ആളില്ല, വെറും 8 പേര് എന്നൊക്കെ നമുക്ക് ചിന്തിക്കുമായിരിക്കാം. അതുകൊണ്ടൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചെറിയ കൂട്ടമേ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നോഹ ഒരു വലിയ പെട്ടകം പണിതിട്ട് അത് കയറുവാൻ 8 പേര് മാത്രമുണ്ടെങ്കിൽ ഈ ദൈവാലയ ചുരുക്കം പേരാണെങ്കിലും 2030 ആകുന്നതിന് മുമ്പ് ഈ ദൈവാലയം ഇരിക്കുവാൻ ആളില്ലാത്ത വിധത്തിൽ ആയിത്തീരാൻ കാരണം ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന അങ്ങനെയാണ്. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദേശത്തെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അനേകം വീടുകളിൽ കാൽനടയായി നടന്ന് ട്രാക്സ് ബുക്സുകളൊക്കെ കൊണ്ടുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നും ആരോഗ്യം തെളിയിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ നടരാജൻ അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. പാസ്റ്റർ സത്യശൻ അവരുകൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അദ്ദേഹം ഒരു സീനിയർ പാസ്റ്ററാണ്. നമ്മുടെ പാസ്റ്റർ നടരാജനെ പോലെ സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹം ചില സഭകളൊക്കെ രൂപീകരിച്ച് വെക്കുകയാണ്, പുതുതായി നിർമ്മിച്ച വെക്കുകയാണ്. വാഴ്ചയുടെ അതിമനോഹരമായ പ്രദേശത്ത് വീണ്ടും ഒരു സഭ പണിയതൊക്കെ വണ്ണം ആളുകളെ കൂട്ടിച്ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബഹുമാന പാസ്റ്റർ എഡ്വിൻ, അദ്ദേഹം നമ്മുടെ മാർത്താണ്ഡം സഭയുടെ പാസ്റ്റർ എഡ്വേർഡ്, അദ്ദേഹം മാർത്താണ്ഡം സെവന്ത് സഭയുടെ പാസ്റ്ററായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. മിസ്സസ് ഉണ്ട്, അങ്ങനെ പാസ്റ്റർ സത്യത്തിൽ മിസ്സസ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇവിടെ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ലൈവായി കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അജി, അതുപോലെ ഭാര്യ, മറ്റ് പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ബഹുമാനം നമ്മുടെ കരുണാൻ സാറ്, അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും, അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, അതിന്റെ ഓർഗൻ വായിച്ച് മനോഹരമായി ലയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവരും ക്രിസ്തുവിനെ അറിയിക്കുകയാണ്. സമയം അധികമില്ല. വാസ്തവത്തിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ 3 മാലാഖമാരുടെ ദൂതുകളാണ് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമെങ്കിലും ഈ 3 ദൂതന്മാരുടെ ദൂതുകളും 3 ദിവസമാണ് പ്രസംഗിക്കേണ്ടത്. 3 ദൂതന്മാരുടെ ദൂതുകൾ 3 ദിവസമായിട്ടാണ് പ്രസംഗിക്കേണ്ടത്. ഇങ്ങനെ അല്പനിമിഷമായിട്ട് ഞാനത് ഇപ്പൊ സമയം ഏതാണ്ട് 8:15 ഞാനത് 8:45 നിർത്താമെന്നതാണ് എൻ്റെ പദ്ധതി. ശരി, എന്തായാലും ഒരു അരമണിക്കൂർ നമുക്ക് മുന്നോട്ട് ഓടി പോകാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിലായിരിക്കുന്ന മുഴുവൻ ജനതയ്ക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി തൃശ്ശൂരിൽ ഞങ്ങൾ വലിയ അതിഗംഭീരമായൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നു. അത് ഇന്ന് ഉച്ചയോടുകൂടെ അവസാനിച്ച് 2 മണിയോടെ അവസാനിച്ചെന്ന് തോന്നുന്നു.
കാരണം 2 മണിക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എത്തുവാൻ കഴിയത്തില്ല. കാരണം 286 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർ നിന്ന് ട്രിവാൻഡ്രം വരെ, പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ. അപ്പോൾ ആ ഓടിയെത്താൻ തക്കണം കഴിയത്തില്ല. 10-11 മണിയോടുകൂടെ വീടുകളിൽ എത്തിച്ച്. പക്ഷെ അതുകൊണ്ട് ഇവിടെ വരുന്നതിന് വേണ്ടി ഇന്നലെ ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ തിരുവനന്തപുരം പുറ്റക്കരിയിലാണ് അവിടുത്തെ പ്രസംഗമുണ്ട്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വായിക്കാം. നമ്മൾ വായിച്ചതായ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. ഒരല്പസമയം നമുക്ക് വേദവചനം നമുക്ക് ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം എന്ന് പറഞ്ഞ് നമുക്കറിയാം, നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. വേദപുസ്തകം എന്നാണ് ഇതിന്റെ പേര്, അല്ലെ? നമുക്കറിയാം അനേകം മതസ്ഥർക്ക് വേദങ്ങളുണ്ട്. ഋഗ്വേദമുണ്ട്, യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദമുണ്ട്. അങ്ങനെ 4 വേദങ്ങളുണ്ട്. ഭഗവത്ഗീതയുണ്ട്, ഖുറാനുണ്ട്. ഇങ്ങനെ പലവർക്കും പല മത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വേദങ്ങളുണ്ട്. ഭഗവത്ഗീതയില് 4-ാമത്തെ ശ്ലോകം പറയുന്നത് വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ല എന്നും ദൈവം എന്ന് പറഞ്ഞത് ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല എന്നും അത് ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നതാണെന്നും ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 28-ാം ശ്ലോകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദങ്ങളിലും സാക്ഷാൽ പ്രജാപതി ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ആ പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജ അധികം പതി. വേഷത്തിൽ മനുഷ്യനും സ്വഭാവത്തിൽ ദൈവികമുള്ളവനാണ് ആര്? പ്രജാപതി. വേഷത്തിൽ മനുഷ്യനും സ്വഭാവത്തിൽ ദൈവികത്വമുള്ളവനാണ് ആര്? പ്രജാപതി. അങ്ങനെയെങ്കിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദവും സത്യവേദ പുസ്തകം ഒന്നായിത്തീരുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന അതേ ആള് തന്നെയാണ് ഈ സത്യവേദ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ സാക്ഷാൽ പ്രജാപതിക്ക് 15 വിധ രൂപങ്ങളും ഉണ്ടായിരുന്നു. 1-ാമത് ഋഗ്വേദത്തിൽ പറയുന്നത് കന്യകായ നവക. അവൻ കന്യകളിൽ നിന്ന് ജനിച്ചവരായിരിക്കണം. യേശു ക്രിസ്തു കന്യകളിൽ നിന്ന് ജനിച്ചവനാണ്. അവസാനം 2-ാമത് പറഞ്ഞത് ദരിദ്രകുലായ നവക. ആ സാക്ഷാൽ പ്രജാപതി എന്ന വ്യക്തി ദാരിദ്ര്യത്തിൽ ജനിച്ചു വളരണം. യേശു ക്രിസ്തു അങ്ങനെയാ ജനിച്ചു വളർന്നത്. അവസാനം പറഞ്ഞത് പഞ്ചമുറുവായ നമക, വൃക്ഷശുലായ നമക. ഈ സാക്ഷാൽ പ്രജാപതിയായ വ്യക്തിയെ വൃക്ഷത്തിൽ തറച്ചു കൊല്ലണം. അവൻ 5 മുറിവുകളേറ്റവനായിരിക്കണം. ഇതെല്ലാം ആർക്കാ സംഭവിച്ചത്? യേശു ക്രിസ്തുവിന്. മരക്കുരിശിൽ യേശുവിനെ തറച്ചു കൊന്നു. പഞ്ചമുറുവായ നമക, 5 മുറിവുകൾ യേശു ഏറ്റുകഴിഞ്ഞു. അവനാണ് സാക്ഷാൽ പ്രജാപതി. ആ സാക്ഷാൽ പ്രജാപതി ഇതായി സത്യവേദത്തിൽ ഉതിരി കാണിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവും പാപവിമോചകനുമായ യേശു ക്രിസ്തുവാണ് സാക്ഷാൽ പ്രജാപതി. ആ പ്രജാപതിയുടെ വാമൊഴികളാണ് ഈ സത്യവേദ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. ഇപ്രകാരമാണ് ദൈവത്തിന്റെ ദാസന്മാർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് ദൈവകൽപ്പന പ്രമാണിച്ചിട്ട് എഴുതിയത്രേ ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ. 1600 വർഷങ്ങൾ കൊണ്ട് 40-ലധികം വ്യക്തികളാൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഇത്. ഒരാൾ അമേരിക്കൻ ആണെങ്കിൽ ഒരാൾ ഇന്ത്യയിൽ നിന്ന്. പക്ഷെ എല്ലാവരും 40 പേരിലധികം പേര് എഴുതിയതും ആശയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് ദൈവത്തിന്റെ ദാസന്മാർ ദൈവകൽപ്പന പ്രമാണിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എഴുതപ്പെട്ടതായ ഒരു സത്യവേദ പുസ്തകമാണ് ഇതിൽ ഇരിക്കുന്നത്. ഇത് വേദപുസ്തകം മാത്രമല്ല, പിന്നെ ഇതിന്റെ പേര് സത്യവേദ പുസ്തകം എന്നാണ്. മറ്റുള്ള വേദങ്ങളെല്ലാം വേദപുസ്തകം എന്നാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേക പേരുണ്ട്, സത്യവേദ പുസ്തകം. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്നെല്ലാം സത്യമായത് കൊണ്ടാണ് ഇതിന് സത്യവേദ പുസ്തകം എന്ന് പേര് വരാൻ കാരണം. ലോകത്തിൽ ഒരു സെക്കൻഡിൽ 1.25 ലക്ഷം വേദപുസ്തകങ്ങൾ ലോകത്ത് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൗജന്യമായി കൊടുക്കുന്നത് കൂടാതെ ഒരു സെക്കൻഡിൽ 1.25 ലക്ഷം സത്യവേദ പുസ്തകം ലോകത്ത് ഇന്ന് വിറ്റഴിക്കും. മറ്റൊരു പുസ്തകം വിറ്റഴിക്കുന്നില്ല. സത്യവേദ പുസ്തകം ഒരു സെക്കൻഡിൽ 1.25 ലക്ഷം വേദപുസ്തകങ്ങൾ ലോകത്തിന്റെ എല്ലായിടങ്ങളും വിറ്റഴിച്ചു കൊണ്ടിരിക്കുകയാണ്. സൗജന്യമായി കൊടുക്കുന്നതിനേക്കാൾ ഉപരി കാശിന് വിറ്റഴിക്കുന്ന പുസ്തകങ്ങളാണ്. ഹല്ലേലൂയ. അങ്ങനെ സത്യവേദ പുസ്തകം അടങ്ങിയിരിക്കുന്നെല്ലാം യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. അത് എനിക്കും നിങ്ങൾക്കും ദൈവം സത്യവേദ പുസ്തകത്തിനോട് സംസാരിക്കുന്നു. ആ വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 119 സങ്കീർത്തനം 105 വാക്യ പ്രകാരം പറയുന്നു. എന്താ പറഞ്ഞത്? നിന്റെ വചനം എന്റെ കാലും ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. അപ്പോ ഓരോ വ്യക്തികൾക്കും ഓരോ ജീവിതങ്ങൾക്കും ഈ സത്യവേദ പുസ്തകം എന്തായിരിക്കണം?
പാതയ്ക്ക് പ്രകാശമായിരിക്കണം, അത് വെളിച്ചമായിരിക്കണം. അന്ധകാരത്തെന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരു ഉജ്ജ്വലമായ ഒരു സത്യവേദ പുസ്തകമാണ്, അത്ഭുത ഗ്രന്ഥമാണ്. അത്യാധുനിക യുഗത്തിലെ ഒരു അത്ഭുത ഗ്രന്ഥമാണ് ഏത്? സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും എന്റെ കൈവശമിരിക്കുന്ന സത്യവേദ പുസ്തകമാണെങ്കിൽ അത് എനിക്കായി ദൈവം നൽകിയ സന്ദേശമാണ്, എനിക്കായി ദൈവം നൽകിയ ലെറ്ററാണ്. ഇതനുസരിച്ച് ഞാൻ നടന്നില്ല എങ്കിൽ എന്റെ ദൈവമായി കർത്താവ് പറയുക, ഞാനിത് വേഗം വരുന്നു, അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമായി കൊടുപ്പാൻ എന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. അത് മാത്രം വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അത് എഴുതിയിരിക്കുന്ന അനുസരിക്കുന്നവനും ആരാ? ഭാഗ്യവാൻ. അവനാണ് ഭാഗ്യവാൻ. ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അത് എന്താണ്? വായിക്കുകയും അത് അനുസരിക്കുകയും വായിച്ച് കേൾക്കുന്നവനും വായിക്കുന്നവനും ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വായിച്ച ഭാഗത്തിലേക്ക് പോകാം. വെളിപാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വേറൊരു ദൂതൻ ആകാശമധ്യം പറക്കുന്ന ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതി ഗോത്ര ഭാഷ വംശക്കാരോട് അറിയിപ്പാൻ ഒരു ദൂതന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം, everlasting gospel, ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്താണ് നിത്യ സുവിശേഷം എഴുതിയിരിക്കുന്നത്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. 5 കാര്യങ്ങളാണ്. ദൈവത്തെ ഭയപ്പെടുക, അല്ലേ? ആകാശപുരുഷനെ നമസ്കരിക്കുക, പിന്നെ ദൈവത്തെ ഭയപ്പെടുക, അവന് മഹത്വം കൊടുപ്പിൻ, ന്യായയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകൾ സൃഷ്ടിച്ചവനെ നമസ്കരിപ്പിൻ. 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അപ്പോ അതിന്റെ അടുത്ത വാക്യം, അതിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 8-ാം വാക്യം 8-ാം വാക്യം, വേറൊരു ദൂതൻ പിടിച്ചെന്ന് വീണുപോയി, തന്റെ ദുർനടപ്പിന്റെ ക്രോധമത്യം സകലജാതിലും കുടിപ്പിച്ച മഹതിയാം ബാബിലും വീണുപോയി. 3-ാമത്തെ ദൂതന്റെ വായിച്ചാട്ടെ. 3-ാമത് വേറൊരു ദൂതൻ അവരുടെ 2 ദൂതന്മാരെ പറഞ്ഞ് അവരുടെ പിന്നാലെ ഈ 3-ാമത് ദൂതൻ ചെല്ലുകയാണ്. അവനും ലോകം മുഴുവനും മുഴങ്ങി കേൾക്കുന്ന വിധത്തിൽ അദ്ദേഹം പറയുകയാണ്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവർ ദൈവകോപത്തിന്റെ ക്രോധമത്യം കുടിക്കേണ്ടി വരും. പിന്നെ വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്ക് അതിന്റെ പേരിന്റെ സംഖ്യയുടെ മുദ്ര ഏൽക്കുന്നവർക്കും രാവും പകലും ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും കിട്ടുകയുമില്ല. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ 12-ാം വാക്യം, ദൈവകൽപ്പനയും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വാക്യമാണ്. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷ്യത കൊണ്ട് സ്വർഗത്തിൽ ആവശ്യം. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തു. അങ്ങനെ 3 മാലാഖമാരുടെ ദൂതുകളാണ്. 3 angels message, 3 മാലാഖയുടെ ദൂതുകളാണ്. അപ്പൊ അതിനെ 3 ദൂതന്മാരുടെ ദൂത് എന്ന് പറയുമ്പോൾ അതിനാണ് നിത്യ സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് നിത്യ? അവസാനത്തെ സുവിശേഷം. നമ്മളെല്ലാവരും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇത് സുവിശേഷമാണ്, അല്ലേ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇതെല്ലാം സുവിശേഷമാണ്. എന്നാൽ കർത്താവ് ഒരു സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു.
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് പിറകെ യേശു പറഞ്ഞത്, ലോകമഹാസംഭവങ്ങളെല്ലാം നടക്കാൻ പോകുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധവും ക്ഷാമവും, അതുപോലെ തന്നെ കടലിന്റെ വെള്ളത്തിന്റെ ഓളങ്ങള്, ഭൂകമ്പങ്ങൾ, ഭയങ്കരമായ പകർച്ചവ്യാധികൾ ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം അവസാനം യേശു പറഞ്ഞു നിർത്തി. അതാണ് 24-14. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതിയോടും സാക്ഷ്യമായി ഭൂലോകത്തിലേക്കും. രാജ്യത്തിന്റെ ഈ സുവിശേഷം, ലോകത്തിന്റെ ഈ സുവിശേഷം, രാജ്യത്തിന്റെ ഈ സുവിശേഷം അതേതാണപ്പാ? രാജ്യത്തിന്റെ ഈ സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇതാണോ? രാജ്യത്തിന്റെ ഈ സുവിശേഷം എന്ന് പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷമാണ് നാം വായിച്ചത്. 1, 2, 3 ദൂതന്മാരുടെ ദൂതുകൾ. ഈ ദൂതിനെ കുറിച്ച് യേശു പറഞ്ഞ രാജ്യത്തിന്റെ ഈ സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷമല്ല. പിന്നെ 3 മാലാഖമാരുടെ ദൂതുകൾ ലോകത്തോട് പ്രസംഗിക്കണം. AD 1844 സ്വർഗത്തിൽ പരിശോധനായി ആരംഭിച്ചു കഴിഞ്ഞു. സ്തോത്രം. AD 1844 ഒക്ടോബർ മാസം 22-ാം തീയതി ആ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാല് ഇന്ന് 4-ാം തീയതി. അതാ ഞാൻ പറഞ്ഞത്, ഈ 3 മാലാഖമാരുടെ ദൂതുകൾ 3 ദിവസം വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ പോകണം. ദാനിപ്രവചനം 8-ാമത്തേക്ക് പോകണം. 2300 സദൃശത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ വളരെയധികം സമയമെടുക്കും. ഇന്ന് തീരുകയില്ല, നാളെയും തീരുകയില്ല. ഞാൻ ഓടിച്ച് തന്നെ പറയാൻ പോവുകയാണ്. AD 1844 ഒക്ടോബർ മാസം 22-ാം തീയതി എന്ത് സംഭവിച്ചു? കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തു. സ്തോത്രം. അങ്ങനെ AD 1844 കർത്താവായ യേശുക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. പ്രവേശിച്ച് നിങ്ങൾക്കത് കൂടുതൽ അറിയണമെങ്കിൽ ദാനിപ്രവചനം 8-ാം അധ്യായം നിങ്ങൾ 8, 9, 10 ഈ അധ്യായങ്ങൾ വീട്ടിൽ കൊണ്ട് വായിച്ചാൽ മതി. അതിന് ഓരോ കണക്കുകളും ഓരോ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കണക്കുകളെല്ലാം ഒത്തു നോക്കുമ്പോൾ 2300 സന്ധ്യാവർഷം അവസാനിക്കുന്നത് AD 1844 അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ പ്രകാരമാണ്, പിന്നെ ശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. സ്തോത്രം. വിശുദ്ധ മന്ദിരം പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു AD 27 AD 27 യേശു സ്നാനം സ്വീകരിച്ചു. AD 31 കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. AD 31 യേശു എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. മറ്റു പള്ളിക്കാർക്ക് കണക്കറിയാമോന്ന് അറിയത്തില്ല. പക്ഷേ സമുദ്രയുടെ സാറേ കണക്കുകൾ അറിയാം. അവര് ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. AD 30 കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. ആ കണക്കുകൾ വെച്ച് പോവുകയാണ്. 2300 സന്ധ്യാവർഷം തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം അത് യഥാസ്ഥാനപ്പെടും. കാരണം യെരൂശലേം ദേവാലയത്തിന്റെ ഉന്മൂലനാശവും യെരൂശലേം ദേവാലയത്തിലായിരുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങള് ഇസ്രായേൽ മക്കളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കഷ്ടകാലം എന്ന് അവസാനിക്കും, എന്നു തീരും എന്റെ കഷ്ടം. ഇന്നീ മഞ്ഞിലെ എന്ന് പാട്ടുകാരൻ പാടുന്നുണ്ടല്ലേ. അത് ദാനിയേല് അടിമയായിപ്പോ എവിടെയാണ്? ബാബിലോണിലാണ്. അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ഞാനും എന്റേതായ വിശ്വാസികളും ഒരു വലിയൊരു കൂട്ടം ആളുകളും ഞങ്ങളുടെ അടിമ ജീവിതം, ഞങ്ങളുടെ കഷ്ടകാലം എന്ന് അവസാനിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ വന്ന്, യേശുക്രിസ്തുവിന്റെ ദൈവദൂതൻ വന്ന് ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലേ, നീ സമാധാനപ്പെട്, ഇനി വർഷങ്ങൾ എടുക്കും. 2300 സന്ധ്യാവർഷത്തോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. കാരണം യേശുവിന്റെ സ്നാനം, യേശുക്രിസ്തുവിന്റെ മരണം പിന്നെ തുടർന്ന് വരികയാണ്. 538 ആയപ്പോൾ അതേ ദൈവത്തിനെതിരായി നമ്മൾ വായിച്ചല്ലോ, മൃഗത്തെയും അതിന്റെ പ്രതിമയും എന്ന് പറഞ്ഞാൽ ഒരു ലോക സാമ്രാജ്യം, ഒരു ലോകവ്യാപകമായി ഭരിക്കാൻ പോകുന്ന ഒരു വലിയ മൃഗത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് വായിക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25 നമ്മൾ പോകണം. അവിടെ 4ാമതായി ഉത്ഭവിക്കുന്ന ഒരു മൃഗമുണ്ട്. ആ മൃഗമാണ്, ആ മൃഗത്തെ എന്താണ്? ഒരു രാജ്യമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മൃഗം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം. ആ രാജ്യം ഇതിന് സമയത്തെ മാറ്റുന്നു, നിയമത്തെ മാറ്റുന്നു, ദിവസത്തെ മാറ്റുന്നു. ആ മൃഗം ചെയ്യുന്നു, നിയമത്തെ മാറ്റുന്നു, സമയത്തെ മാറ്റുന്നു, പിന്നെ ചെയ്യുന്നു, ദിവസത്തെ മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ 1-ാം ദിവസം ഏതാണ്?
ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ചയാണ്. അതിനെ ആ മൃഗം എന്നറിയാമോ തിങ്കളാഴ്ചയാക്കി മാറ്റി. തിങ്കളാഴ്ച 1-ാം ദിവസമാക്കി മാറ്റി. മനസ്സിലായോ? സമയം യേശുക്രിസ്തുവിന്റെ കണക്കനുസരിച്ച് വെളിപാട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്തു? അവിടെ വായിക്കുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ല് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. പിന്നെ ഓരോ ദിവസം ദൈവം ഓരോന്നായി സൃഷ്ടിക്കാൻ തുടങ്ങി. എന്താ യേശു പറഞ്ഞത്? നല്ലതെന്ന് കണ്ട് സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസം. അതാണ് സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസം. ആ സന്ധ്യയോട് സന്ധ്യയാണ് 1-ാം ദിവസം. പക്ഷെ ഈ മൃഗം വന്നെന്നറിയാമോ? പാതിരാത്രി 12 മണി മുതൽ 12 വരെ 1-ാം ദിവസം കൊണ്ടുവന്നു. ഹല്ലേലൂയ. വേദപുസ്തക കണക്കനുസരിച്ചും യേശുക്രിസ്തുവിന്റെ കലണ്ടറിലും യഹൂദന്മാരുടെ കലണ്ടറിലും ഇന്നും ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ചയാണ്. അങ്ങനെ 7-ാം ദിവസം ശനിയാഴ്ച വരുന്നു. മാത്രമല്ല അവിടെ സമയം ഇന്ന് സന്ധ്യയും ഉഷസ്സുമായി 1-ാം ദിവസം സന്ധ്യയോട് ഏത് 1-ാം ദിവസം. എന്നാൽ ദാനിയേൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലോകവ്യാപകമായി ഭരിച്ചതായ ബാബിലോൺ എന്ന് പറയുന്ന വലിയൊരു മൃഗം, ആ മൃഗം, ആ റാം സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന് രാജാവുണ്ട്. ആ രാജാവ് എന്ത് ചെയ്തു? ദൈവമെന്നും പൂജാവിഷയം എന്ന് പറയുന്ന ആ രാജാവ് എന്ത് ചെയ്തു? സമയത്തെ മാറ്റി പാതിരാത്രി 12 മുതൽ 12 വരെ കൊണ്ടുവന്നു. അപ്പൊ നോക്കണം, ഇത് സംഭവിക്കുമെന്ന് വേദപുസ്തകത്തിൽ നേരത്തെ കൂട്ടി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യ നിർമ്മിതമായ ആചാരങ്ങളും ആരാധനകളും ലോകത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. കാരണം 1-ാം ദിവസമായ ആഴ്ചയുടെ 1-ാം ദിവസം, അങ്ങനെ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ആഴ്ച 1-ാം ദിവസമാണ്. അതിനെ മാറ്റിയിട്ട് തിങ്കളാഴ്ച 1-ാം ദിവസം കൊണ്ടുവന്നു. അങ്ങനെ ഞായറാഴ്ച 6-ാം ദിവസമായി. ഞായറാഴ്ച ശബത്ത് എന്നവർ പേരിടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. മനസ്സിലായോ? ഇതെല്ലാം മൃഗമാണ് ചെയ്തത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ മനുഷ്യ നിർമ്മിതമായ ആരാധനകളും വിഗ്രഹങ്ങളാൽ നിറയപ്പെട്ടതും പുണ്യവാളന്മാരും പുണ്യവാളത്തുകളും ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ AD 1844 ഒക്ടോബർ 22-ാം തീയതി കർത്താവ് പരിശോധന അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും ഇതാ ലോകത്തോട് 3 ദൂതന്മാരുടെ ദൂതുകൾ വിളംബരം ചെയ്തു. ആ വിളംബരമാണ് 1-ാമത്തെ ദൂതന്റെ ദൂത്. എന്താണ്? വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്ന ഞാൻ കണ്ടു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സകല ജാതി ഗോത്ര ഭാഷ വംശങ്ങളെ അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1, ദൈവത്തെ ഭയപ്പെടുക. മനുഷ്യനെയല്ല, സാമ്രാജ്യങ്ങളല്ല, രാജാക്കന്മാരെയല്ല, നേതാക്കന്മാരെയല്ല, മൃഗത്തെയല്ല ഭയപ്പെടുക. പിന്നെ ആരാണ്? ആകാശവും ഭൂമിയും സമുദ്രവും നീറുകളുണ്ടാക്കിയ യേശുക്രിസ്തുവിനെ ഭയപ്പെടുക. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, മനുഷ്യനല്ല ഭയപ്പെടാൻ പറഞ്ഞു. പിന്നെ ആകാശവും ഭൂമിയും, ആമേൻ, സ്വന്തം ചരിത്ര പുരുഷനായ ലോകരക്ഷിതാവായ, ആമേൻ, പാപവിമോചകനായ യേശുക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. കാരണം ആ മൃഗമാണ് ഓരോ മൃഗത്തെ, ഓരോരോ മൃഗമല്ല, ഓരോ സങ്കല്പ കഥകളെന്ന പോലെ ഓരോ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ട് ഇത് അവരാണ്, ഇത് ഇവരാണെന്ന് പഠിപ്പിച്ചിട്ട് അതിനെല്ലാം ദൈവങ്ങളെന്ന് പേരിടുവാൻ തുടങ്ങി. അത് ദൈവം പറയുക. അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട്, അതിനെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ആരാധിക്കേണ്ട ആരെയാണ്? ആകാശവും ഭൂമിയും നീരുറവുകളും സൃഷ്ടിച്ചവനെന്തിനും നമസ്കരിപ്പീൻ. യേശുക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കാവൂ. മറ്റതാ കർത്താവിന്റെ വചനം പറഞ്ഞത്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, മറ്റൊരുത്തനിലും രക്ഷയില്ല, ഒരു രാജാവിന് രക്ഷയില്ല, ഒരു പുണ്യവാളന്മാർ രക്ഷയില്ല, ഒരു പുണ്യവാളത്തിൽ രക്ഷയില്ല. പിന്നെ രക്ഷപ്പെടുവൻ ആരിലും കൂടെ മാത്രമേ ഉള്ളൂ? യേശുക്രിസ്തുവിനോട് മാത്രമേ മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന പറഞ്ഞാട്ട് ഹല്ലേലൂയ. ആ ഭാഗം വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ
മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു എന്നാണ് അവന്റെ നാമം. അവൻ യേശു ക്രിസ്തു എന്നാണ് അവന്റെ നാമം. ആ യേശുവാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ ആരാധിപ്പിൻ, എന്നെ നമസ്കരിപ്പിൻ. ഞാനാണ് ആകാശം ഭൂമി സൃഷ്ടിച്ചവൻ, നീരുറവ സൃഷ്ടിച്ചവൻ ഞാനാണ്, മനുഷ്യ സൃഷ്ടിച്ചവൻ ഞാനാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ആരായിരുന്നു? യേശു ക്രിസ്തുവായിരുന്നു. യേശു ക്രിസ്തുവാണ് ദൈവം. ഹല്ലേലൂയ. അത് 1-ാമത്തെ മാലാഖയോടുകൂടെ ലോകം മുഴുവനും അറിയുന്ന വിധത്തിൽ, കേൾക്കുന്ന വിധത്തിൽ ഗംഭീരമായ ശബ്ദത്തോടുകൂടെ പറയുക, അതേ ആകാശവും ഭൂമിയും നീരുറവകളും സൃഷ്ടിച്ചവനെ നമസ്കരിപ്പിൻ, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന് ന്യായവിധിയുടെ നാഴിക. യഥാർത്ഥ ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ ഒരു ന്യായവിധി ഉണ്ട് എന്നൊരു വാണിംഗ് ദൈവം നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും നീരുറവകളും സൃഷ്ടിച്ചവനെ നമസ്കരിച്ചില്ല എങ്കിൽ എന്തുണ്ട്? ഒരു ന്യായവിധി ഉണ്ട് എന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ദൈവത്തെ നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ദൈവത്തെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ വല്ല ആവശ്യമുണ്ട്? വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടുക തന്നെ വേണം. വേദപുസ്തകത്തിൽ പ്രകാരം വായിക്കുമ്പോ നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 4-ാമത്തെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കും ഇപ്രകാരമാണ്: ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ. ആവർത്തന 8-ാമത്തെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികൾ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ എന്ത് ചെയ്യണം? നീ പ്രമാണിക്കണമെന്ന് വേദപുസ്തകം പറയുകയാണ്. ഹല്ലേലൂയ. നീ മാത്രമല്ല, നിന്റെ മക്കളെ കൂടെ നീ പഠിപ്പിക്കണം, ദൈവത്തെ ഭയപ്പെടുവാൻ വേണ്ടി. ഹല്ലേലൂയ. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. പുണ്യവാളന്മാരിലൂടെ രക്ഷയില്ല, പുണ്യവാളത്തോട് രക്ഷയില്ല, പാഷന്മാരുടെ രക്ഷയില്ല, പള്ളിയിൽ അച്ഛന്മാരുടെ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആരാണ്? യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് സ്വർഗം അവകാശമായി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി വളർന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ആ യേശുവിനെ ആമേൻ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന ദൈവത്തിന്റെ മക്കൾക്ക് സ്വർഗം ഇതാ നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് സ്വീകരിപ്പാൻ നമുക്ക് തയ്യാറാണോ? 1-ാം ദിവസമായ മൃഗം കൊണ്ടുവന്നതായ 1-ാം ദിവസ ആരാധനകളെയും അവൻ കൊണ്ടുവന്ന സമയത്തെയും അവൻ കൊണ്ടുവന്ന ദിവസത്തെയും അതേ സ്തോത്രം നമ്മൾ പൂർണ്ണമായി നിഷ്ഫലമാക്കിയിട്ട് വലിച്ചൊറിഞ്ഞിട്ട് ഒരുപക്ഷെ ആ ആരാധന, ആ 1-ാം ദിവസമായ ആരാധന, അല്ലെങ്കിൽ ആ സമയം, അല്ലെങ്കിൽ ആ ദിവസത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ നാം ആയിരിക്കുന്നത് അപകട മേഖലകളിലാണ്. അവിടെ ഓടി രക്ഷപ്പെടുവാൻ പരിശുദ്ധാത്മ ആഹ്വാനം ചെയ്യുകയാണ്. അതേ ദാനിയേൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4-ാമതായി ഉത്ഭവിക്കുന്ന ഒരു വലിയ മൃഗമുണ്ട്. അവൻ സമയത്തെ മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്, അവൻ ദിവസത്തെ മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്, അവൻ സമയത്തെ മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വലിയ മൃഗം ലോകവ്യാപകമായി ഇനി ശക്തമായി വരാൻ പോവുകയാണ്. അവനൊരു മുദ്രയുമായി വരാൻ പോവുകയാണ്. ആ മുദ്ര ഉള്ളവർക്ക് മാത്രമേ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വിൽക്കുവാനും വാങ്ങുവാനും വീട്ടിലുള്ളത് കടലിൽ കൊണ്ടുപോകുവാനും കഴിയണമെങ്കിൽ ആ പറയുന്ന മൃഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കുകയും അവന്റെ മുദ്ര നെറ്റിമേലും കൈമേലും മുദ്ര ഏറ്റിരിക്കണം. ആ വലിയ മൃഗം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.
ആ മൃഗത്തെ ഓട്ടിക്കളയുവാൻ, ആ മൃഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ആ മൃഗത്തെ ആരാധിക്കുന്നവര്, ബാബിലോണിലേക്ക് കടന്നു പോകുന്നവര്, ഒന്നാം ദിവസം ആരാധിക്കുന്നവരോട് ദൈവം പറയുകയാണ്, അവളെ വിട്ടുപോരുവീൻ. അവളുടെ പാപങ്ങളിൽ, അവളുടെ ബാധകളിൽ ഓഹരിക്കാരും ആഹാരിപ്പാൻ അവളെ വിട്ട് എന്ത് ചെയ്യണം? ഓടിപ്പോരും. അതൊരു സഭയായിട്ടാണ് വേദപുസ്തകം ചിത്രീകരിക്കുന്നത്. ഹല്ലേലൂയ. അതൊരു സഭയാണ്. ഒന്നാം ദിവസം ആരാധിക്കുന്നവര്, സമയത്തെ മാനിക്കുന്നവര്. ഏത് സമയം? പാതിരാത്രി 12 മണി വരെ. നിങ്ങൾക്കറിയാമല്ലോ, ചിലയിടങ്ങളിൽ പല രാത്രി 12 മണിയാകുമ്പോൾ അമുട്ട് പൊട്ടും. കാരണം സമയം അറിയിക്കുന്നു. രാത്രി 12 മണിയായെന്ന്. വേദപുസ്തകമാണ് നമ്മുടെ മാനദണ്ഡം. ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും തെളിവുകളുണ്ടോ സഹോദരങ്ങളെ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ വേദപുസ്തകം കക്ഷത്തിലേക്ക് നടക്കുന്നത്? നമ്മൾ എന്തിനാ ഇത് ആദരിക്കും? ഈ വേദപുസ്തകമുള്ള കാര്യം നമ്മൾ അനുസരിക്കുക. ഒരു രാത്രി ഒരു പകലും, അതാണ് ഒരു ദിവസം. അല്ലാതെ പാതിരാത്രി 12 മണി മുതൽ 12 മണി വരെ അല്ല. ക്രിസ്ത്യാനികൾക്ക് കുറിച്ച് പറയുകയാണ്. ഈ സത്യവേദ, യഥാർത്ഥ സത്യ ആരാധന ആരാധിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൈവശം ഇരിക്കുന്ന ഒരു മാപ്പുണ്ട്, നമ്മുടെ കയ്യിരിക്കുന്ന ഒരു ഭരണഘടന വന്നതുപോലെ ദൈവത്തിന്റെ ഒരു ഭരണഘടനയുണ്ട്. ഇതൊരു സത്യവേദ, ഇതിലുള്ളത് അംഗീകരിക്കുക. ഹല്ലേലൂയ. യേശു ജനിച്ചു, യേശു പ്രവർത്തിച്ചു, യേശു എന്ത് ചെയ്തു? ശബദോറും പള്ളിയിൽ പോയി. പിന്നെ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും മാനവരാശി ചേർക്കുവാൻ അവരിതാ വേഗം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ യേശു നടന്നതുപോലെ നടക്കുവാനും, യേശു ആരാധിച്ചതുപോലെ ആരാധിക്കുകയും, അവൻ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ ചേർക്കുവാൻ ഇതാ യേശു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അല്ലാതെ മനുഷ്യനിർമ്മിതമായ ആരാധനകളോ, മനുഷ്യനിർമ്മിതമായ സമയങ്ങളോ, മനുഷ്യനിർമ്മിതമായ ദിവസത്തെ ആരാധിക്കുന്നവർക്ക് ഇപ്രകാരം പണ്ടത്തെ അപ്പച്ചന്മാര് പറയാറുണ്ട്, അവിടെ സ്വർഗത്തിൽ തരിശു ഭൂമി കിടന്നാലും കയറുവാൻ കഴിയത്തില്ലെന്ന്. സ്തോത്രം. അപ്പൊ ദൈവത്തെ, യേശുക്രിസ്തുവിനെ ഭയപ്പെടുക. അവനാണ് ആകാശവും ഭൂമിയും സമുദ്രം സൃഷ്ടിച്ചവൻ യേശുവാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മളൊന്ന് വായിക്കേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം നമ്മൾ വായിച്ച് നമ്മൾ ചുമ്മാ ആവശ്യമില്ലാതെ കൺഫ്യൂഷൻ ആക്കേണ്ട, അതിനകത്തുള്ളത് തന്നെ നമുക്ക് വായിച്ചു പോകാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ്. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ യേശുക്രിസ്തു ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും യേശുക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്തു? ഉളവായത് ഒന്നും അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പൊ യേശുക്രിസ്തുവാണ് അഖിലാണ്ടത്തിന് നിർമ്മാതാവ്. ആ യേശുവാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ്? ആ മൃഗത്തെയും അവന്റെ ആരാധനകളെയും അവന്റെ ദിവസത്തെയും അവന്റെ സമയത്തെയും വിട്ടുപോരുവിൻ. പകരം എന്താണ്? വിശുദ്ധ ശബദിനെ എന്ത് ചെയ്യണം? ആരാധിപ്പിൻ. ശബദിനെ ആരാധിപ്പിൻ. 3-ാമത്തെ ദൂതന് പറയുകയാണ്. സ്തോത്രം. 3-ാമത്തെ ദൂതന് പറഞ്ഞു, ബാബിലോൺ വായിച്ചാട്ടെ, മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്ന, മുദ്രയേൽക്കുന്ന, കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കുന്ന ആയവർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. സ്തോത്രം. അതിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രധാനം എന്താണ്? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷ്യത കൊണ്ട് ഇവിടെ ആവശ്യം. എവിടെയാണ് ഇത്? സ്വർഗത്തിൽ നടക്കുന്ന സംഭവമാണ്. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ച ദൂതുകളാണ്. സ്വർഗത്തിൽ വെച്ച് പറയുക, ഇവിടെ സ്വർഗത്തിൽ വരണമെങ്കിൽ എന്താണ്? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷ്യത കൊണ്ട് ഇവിടെ ആവശ്യം. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്ക് നിത്യമായ ദണ്ഡനം. ആ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും, തീർന്നില്ല. പിന്നെന്താണ്? രാവും പകലും യാതൊരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ആ മൃഗം കൊണ്ടുവന്ന 1-ാം ദിവസമായ ആരാധന, അവൻ കൊണ്ടുവന്ന രാത്രി 12 സമയം, അവൻ കൊണ്ടുവന്ന 1-ാം ദിവസമായ തിങ്കളാഴ്ച ദിവസം, ഇതിനെല്ലാം വിട്ടെറിഞ്ഞും ഓടി രക്ഷപ്പെട്ടുകൊണ്ട്
യേശു ക്രിസ്തുവിന്റെ കരങ്ങളാൽ എഴുതപ്പെട്ടതായ ഒരു 10 കൽപ്പനയുണ്ട്. അതാണ് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസം. അത് കാത്തുകൊള്ളുന്നവനെയാണ് സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവകൽപ്പന? യേശുവിലുള്ള വിശ്വാസം നമുക്കറിയാമല്ലോ. കർത്താവായ യേശു ക്രിസ്തു തന്നെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ടുപോരുമ്പോൾ അവരുടെ വായ്മൊഴിയായി മിസ്രൈമിലായിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തുവെങ്കിലും ഇനിയൊരു ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാണ്. ആ പുതിയ ഒരു ജീവിതത്തിന്റെ ഒരു വിശ്വാസ തുടക്കത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായി ചെയ്യണം. 10 കൽപ്പന നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കണം, അത് നിങ്ങൾ അനുസരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മോശയോട് പറഞ്ഞ, മോശേ ജനത്തെ നന്നായി പരിശോധിച്ചിട്ട് അവരോട് പറയണം, സീനായി പർവ്വതത്തിന്റെ അടിവാരത്തൊന്നും വരാതെ അവര് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നീയോ 2 കൽപ്പനകളുമായി എന്ത് ചെയ്യണം? നീ സീനായി പർവ്വതത്തിന്റെ മുകളിലേക്ക് നീ കയറി വരണം. അങ്ങനെ മോശയോട് പറഞ്ഞ പ്രകാരം മോശ ഭയഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ലോകം അവര് പരിഹസിച്ചു, ലോകം അവര് നിന്ദിച്ചു, അവര് അടിമകളായി അവൻ കഷ്ടപ്പെട്ട് ചാട്ടവാറടി കൊണ്ട് മിസ്രൈമിൽ ഫറവോന്റെ അടിമയിൽ കഴിഞ്ഞവരായ ആ ദൈവജനത്തെ വെടിവെപ്പാൻ യഹോവയായ ദൈവം സൃഷ്ടിച്ചതായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കരങ്ങളാൽ സൃഷ്ടിച്ചത് കൊണ്ട് ആ കരങ്ങൾ കൊണ്ട് തന്നെ ഒരു കൽപ്പനയാണ് നമ്മൾ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ മോശയോട് പറഞ്ഞ പ്രകാരം സീനായി പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയി. അവിടെ ഒരു തീയുടെ നടുവിൽ ഒരു വലിയ അഗ്നികുണ്ട്. അതിന്റെ ഒരു ഭാഗത്തെ യഹോവയായ ദൈവം, മറുഭാഗത്ത് മോശയുമുണ്ട്. ദൈവം മോശയെ കൊണ്ട് പറയിക്കാതെ ചെയ്യിക്കാതെ കർത്താവായ യേശു ക്രിസ്തു തന്നെ, യഹോവയായ ദൈവം തന്നെ ആ 2 കൽപ്പനകളുമായിട്ട് എന്ത് ചെയ്തു? എഴുതി കൊടുത്തു. ഹല്ലേലൂയ. എഴുതി കൊടുത്ത് ഇന്ന് ചില ആളുകൾ കുരിശും കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്ന് 2 കുരിശും കൊണ്ട് നടക്കുന്നുണ്ട്. അത് 10 കൽപ്പനയുടെ അടയാളമാണ്. ഒന്ന് നെടുകയും മറ്റൊന്ന് കുറുകയും, അല്ലേ? ഒന്ന് നെടുകയും ഒന്ന് കുറുകയുമാണ്. കുറുകയുടെ കൽപ്പന എന്താണ്? ദൈവവും ജ്ഞാനിമാരുടെ ബന്ധമാണ്. നെടുകയുള്ള കുരിശ് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധം ഈ കൽപ്പനയോട് സാധിപ്പിക്കണം. ഇത് അറിഞ്ഞുകൂടാത്തവൻ ഈ കുരിശെടുക്കാൻ പോകരുത്. ഹല്ലേലൂയ, അല്ലേ? ഇത് അറിഞ്ഞുകൂടാത്തവൻ ഈ കുരിശ് ചുമന്നുകൊണ്ട് പോകരുത്. ദൈവത്തെ കളിയാക്കരുത്. എന്താണ് നെടുകയുള്ള ചെറിയ കുരിശ്? ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഇടയാർന്ന ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനുമായി എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക് വിത്ത് ഗോഡ്, ദൈവമായിട്ട് ഒരു അഭേദ്യ ബന്ധം. നെടുകയുള്ളതായ എന്താണ്? മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധം സ്ഥാപിച്ചെടുക്കുക. ഇത് അറിയാത്തവൻ മെഴുകും കത്തിച്ച് ഈ കുരിശുമായിട്ട് ചുമ്മാ നടന്ന് ദൈവത്തെ നേരിത്. അതുകൊണ്ടാണ് കർത്താവ് 2 കൽപ്പന എഴുതി കൊടുത്തത്, അല്ലേ? ഒന്നാമത്തെ കൽപ്പന എത്ര കൽപ്പന? 4 കൽപ്പനകളാണ്. നമുക്ക് വായിക്കാൻ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പന എഴുതി കൊടുക്കുന്നു. വായിച്ചാട്ടെ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതേ. അതാണ് ഒന്നാമത്തെ ദൂതൻ പറഞ്ഞിരിക്കുന്നത്. ആകാശവും ഭൂമിയും നീരുറവുകളും സമുദ്രം സൃഷ്ടിച്ചവനെ, അവനെ മാത്രമേ നമസ്കരിക്കാം. ഒരു പുണ്യവാളന്റെയും ഒരു പുണ്യവാളത്തിയുടെയും ഒരു പള്ളിലറ്റന്റെയും ഒരു പാസ്റ്ററുടെയും വിഗ്രഹത്തെ എന്ത് ചെയ്യരുത്? നമസ്കരിക്കാൻ പാടില്ല. പാപമാണ്. അത് നീ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതിനെ അനുകരിച്ചു കഴിഞ്ഞാൽ ഒരു ന്യായമതിയുണ്ട്. മകനേ മകളെ എന്ന് രാത്രി ഈ ദേശത്തോട് വിളിച്ചു ദൈവം അറിയിക്കുകയും. 2ാമത്തെ കൽപ്പന, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്. അത് സമുദ്രത്തുള്ള മത്സ്യമായിരുന്നാലും പിന്നെ താഴെ ഭൂമിയിലെങ്കിലും ഭൂമി കീഴെ എന്തിന്റെയും ഒന്നിന്റെയും നീ പ്രതിമ വെച്ച് എന്ത് ചെയ്യരുത്? നമസ്കരിക്കരുത്, ആരാധിക്കരുത്. പാപമാണ്. ഹല്ലേലൂയ. എൻ്റെ വീട്ടില് ഒരു കാലത്ത് ഒരു യേശുവിന്റെ പടം ഉണ്ടായിരുന്നു. അപ്പോ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ പറയും, ഇതാണ് യേശു ക്രിസ്തു, ഇതാണ്. അപ്പൊ അന്ന് അറിവില്ലെങ്കിൽ ഞാൻ ചോദിച്ചു, ദൈവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ള, നമ്മളെ വീട്ടിലിരിക്കുന്നത് അത്രയേ ഉള്ള.
പിന്നെ അറിവ് വെച്ചപ്പോ പിന്നെ മനസ്സിലാക്കി, ഇല്ല മോനെ, ഇത് ദൈവമല്ല, ഇതൊരു വിഗ്രഹമാണ്. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ദൈവം. പിന്നെ എന്താണ്? ആകാശം ഭൂമിയും. അതുകൊണ്ട് യാതൊന്നിന്റെയും വിഗ്രഹത്തെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. അത് പാപമാണ്. ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. അടുത്ത മൂന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവ തീക്ഷ്ണതയെ കർക്കശമുള്ളവനാണ്. അതുകൊണ്ട് മൂന്നാമത്തെ കൽപ്പന, എന്റെ നാമം തീരുത്. എന്റെ നാമം വൃഥ, ചുമ്മാ ആവശ്യമില്ലാതെ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. ആളിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഭാഷ സ്തോത്രം, വീണ്ടും വീണ്ടും സ്തോത്രം, തലവെന്ന് മാങ്ങ വീണാലും സ്തോത്രം. ദൈവത്തിന്റെ നാമമാണ്. ആവശ്യമില്ലാതെ വൃഥ എന്ത് ചെയ്യരുത്? എടുക്കരുത്, എടുക്കരുത് എന്ന് കർത്താവ് പറയുകയാണ്. നാലാമത്തെ കൽപ്പന, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ. ഇത് ദൈവം എഴുതി കൊടുക്കുകയാണ്. മോശയെ കൊണ്ട് പറയിക്കാതെ, മോശയെ കൊണ്ട് എഴുതിക്കാതെ, തന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് തന്റെ കരം കൊണ്ട് തന്നെ കൽപ്പന എഴുതുകയാണ്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. അടുത്ത വാക്യം, കാരണം 6 ദിവസം കൊണ്ട്, അടുത്ത വാക്യം, ശബത്ത് നാൾ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, നിന്റെ ദൈവമായ യഹോവ. അത് 5-ാമത്തെ കൽപ്പന. ഇത് വായിക്കുമ്പോൾ, ശബത്ത് നാൾ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, നീ 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെ ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്ന അന്നൊരു വിശ്രമ ദിവസമാണ്. അന്ന് നീ നിന്റെ പുത്രിയും നിന്റെ പുത്രനും വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പരുവാൽക്കുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 4-ാമത്തെ കൽപ്പന നൽകിയിരിക്കുന്നത് 10 കൽപ്പനയുടെ മധ്യഭാഗത്തായി ദൈവം നൽകാൻ തക്കണം. കാരണം ആകാശം ഭൂമി ഉണ്ടാക്കിയ ദൈവമെന്ന് വിളിച്ചറിയിക്കുന്നത് 4-ാമത്തെ കൽപ്പനയാണ്. അന്യ ദൈവങ്ങളിൽ നിന്ന് ജീവനുള്ള ദൈവം ഏതെന്ന് വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു കൽപ്പനയാണ്. ഏത്? 4-ാമത്തെ കൽപ്പന. ലൂക്കോസ് 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 4:16 വായിക്കുമ്പോൾ, യേശുക്രിസ്തു വളർന്ന് നസ്രത്തിൽ വന്ന് പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ പോയി. ഹല്ലേലൂയ. എപ്പോഴാണ്? ശബത്ത്. അപ്പൊ ആഴ്ചവട്ടത് 1-ാം ദിവസം ഞായറാഴ്ചയാണെങ്കിൽ 7-ാം ദിവസം ഏതാണ്? ശനിയാഴ്ചയാണ്. ആ ദിവസമാണ് യേശു പള്ളിയിൽ പോയത്. നാം യേശുവിനെ അല്ലേ പിന്തുടരേണ്ടത്? ഹല്ലേലൂയ. മനുഷ്യനിർമ്മിതമായ ആഴ്ചപ്പെട്ട 1-ാം ദിവസം ഞായറാഴ്ചയല്ലേ ആരാധന എന്ന് വേദപുസ്തകത്തിൽ ഭംഗിയായി പറയും. പകരം യേശു പള്ളിയിൽ പോയ ഏത് ദിവസമാണ്? ശബത്തിലാണ് യേശു പള്ളിയിൽ പോയത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്, ലോകത്തെ കീഴ്മേൽ മറിച്ച പൗലോസ് പറയുക, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ആകയാൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന, യേശുക്രിസ്തുവിനെ സ്വന്തം സ്വീകരിക്കുന്ന ദൈവമക്കളോട് പറയുക, ആ യേശുവിനെ ആരാധിക്കുന്ന ജീവിതത്തിന്റെ കുഞ്ഞുങ്ങളോട് പറയുക, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. എന്താണ്? താനും തന്റെ പ്രവർത്തനത്തിൽ നിന്ന് നിവർത്താനായി തീർന്നത്. എന്താണ്? 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. 7-ാം ദിവസം എല്ലാത്തിനും നോക്കിക്കണ്ടു എന്ത് ചെയ്തു? ദൈവം വിശ്രമിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വിശ്രമിച്ചതുകൊണ്ട് തന്റെ പ്രജകളാകുന്ന സകല ആളുകളും എന്ത് ചെയ്യണം? 7-ാം ദിവസം വിശ്രമിക്കണം. അന്ന് വിശ്രമിച്ചെന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ഞാനാണ് ആകാശം സൃഷ്ടിച്ചത്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, നിനക്ക് വേല ചെയ്യുവാൻ ആരോഗ്യം നൽകിയത്, നിനക്ക് പണം സംഭവിക്കാൻ നിനക്ക് ബുദ്ധി നൽകിയത്, നിന്നെ ഇതുവരെ നടത്തിയത്, ഇതുവരെ പുലർത്തിയത്, നിന്നെ, നിന്റെ ഭാര്യ, നിന്റെ മക്കളെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മാതാവിനെ, നിന്റെ പിതാവിനെ, നിങ്ങളുടെ മക്കളെ ഇത്രയും മേലാക്കിയതും ഇതുവരെ വളർത്തിയെടുത്തത്. ആമേൻ, സ്തോത്രം. നിന്റെ ദൈവമായ കർത്താവാണ്. നിന്നെ ആരാധിച്ച്, അതേ സ്തോത്രം, ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഉത്തരവാദിത്വം
ആ യേശു എങ്ങനെ ആരാധിച്ചതോ ആ ആരാധനയുടെ ഉത്തരവാദിത്വം ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതല്ല മനുഷ്യനിർമ്മിതമായ ആരാധനകളും കൂട്ടങ്ങളിലൂടെ നാം കടന്നു പോകുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നാം അപകട മേഖലകളിലാണ്. മാത്രമല്ല ഒരു വലിയ ന്യായവിധിയുണ്ട് എന്ന് ഓർത്തുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുവാൻ എല്ലാ ആരാധനകളെയും കൂട്ടങ്ങളെയും വിട്ടെറിഞ്ഞിട്ട് ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുന്ന ആ വിശുദ്ധന്മാരുടെ ചേർപ്പാൻ നിങ്ങൾ എത്ര പേര് രാത്രികാലം ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. തീർന്നില്ല. നാലാമത്തെ കൽപ്പന, ആകാശവും ഭൂമിയും ഉണ്ടാക്കുന്നപ്പെട്ട ജീവനുള്ള ദൈവം ഏതെന്ന് വിളിച്ചറിയുന്ന ഒരേ കൽപ്പനയാണ് നാലാമത്തെ കൽപ്പന. അന്യ ദൈവങ്ങളിൽ നിന്ന് ജീവനുള്ള ദൈവമെന്ന് വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു കൽപ്പനയാണ് നാലാമത്തെ കൽപ്പന. അത് സൃഷ്ടിയുടെ മകുടമാണ്. സൃഷ്ടിയുടെ ഒരു മകുടമായി നാലാമത്തെ കൽപ്പന. ഈ കൽപ്പനയെ കുറിച്ച് മൂന്നാമത്തെ ദൂതൻ പറഞ്ഞത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷ്യത കൊണ്ടാകും. അതെ, ഈ ദൈവകൽപ്പന യേശുവിലുള്ള വിശ്വാസം കാത്തുകൊണ്ടതായ ഒരു വലിയ കൂട്ടം ആളുകള് ഞാൻ നേരത്തെ പറഞ്ഞതായ ദാനിപ്രവചനം 7-ാം അധ്യായം 25 മുതലുള്ളതായ 23, 24 ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ ലോകമഹാ സാമ്രാജ്യമായ വലിയ മൃഗം AD 538 ആമേൻ, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ള ആ ജനത്തെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടമായിരുന്നു AD 1798 വരെ. 1260 വർഷം. ഹല്ലേലൂയ. ശബദമനുഷ്ഠിക്കുന്ന, ദൈവകൽപ്പന ആചരിക്കുന്ന, ദൈവകൽപ്പന മുറുകെ പിടിച്ച, യേശുക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിച്ച ദൈവമക്കളെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നു. AD 538 മുതൽ AD 1798 വരെ 1260 വർഷം. ഹല്ലേലൂയ. അങ്ങനെ റോമ ചക്രവർത്തിയായ വ്യക്തി ജനങ്ങളെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നു. കാരണം എല്ലാവരും ആരാധനകള് എല്ലാവരും വിശുദ്ധ ശബദിനെ ഉപേക്ഷിച്ചിട്ട് ഞായറാഴ്ച ആചാരം നടത്തണമെന്ന് പ്രഖ്യാപിച്ചു. ഇത് ആചരിക്കാത്തവരെല്ലാം ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു വർഷമായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എൻസൈക്ലോപീഡിയ എന്ന പുസ്തകം ഡാർക്ക് ഏജസ് എന്ന ഭാഗം നിങ്ങൾ വായിച്ചാൽ മതി. കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാം. ഞാൻ ഓടിച്ചു ചുരുക്കമായി പറഞ്ഞു പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ദൂതന്റെ ഏതാണ്ട് ഒരു ദിവസം വേണം. സ്തോത്രം. ഹല്ലേലൂയ. 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 ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ദൂത് നമുക്കായി ദൈവം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല. നമുക്കായി തന്നെ ദൈവം നൽകിയ ദൂതാണ്. ആമേൻ. അതുകൊണ്ട് അഞ്ചാമത്തെ പറഞ്ഞ പ്രകാരമാണ്. നാലാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് ശബദാനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസമേ നീ അധ്വാനിച്ചു, പിന്നെ നിന്റെ വേലയൊക്കെ എന്ത് ചെയ്യണം? ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ വിശുദ്ധ ശബദാകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും നിന്റെ പുത്രിയും പിന്നെ വേലക്കാരനും നിന്റെ വേലക്കാരത്തിയും നിന്റെ കന്നുകാലികൾ പോലും നിന്റെ പടിവാതിനകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. ഈ ദേശക്കാരോട് ഞാൻ പറയുക, ആമേ, അങ്ങനെ ആരാധിപ്പാൻ ഇതാ ഈ ദേശത്ത് രക്ഷാപേടകം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ രക്ഷാപേടകത്തിൽ ഈ വചനങ്ങളെ കേട്ടുകൊണ്ട് കയറുന്നവരെ ആമേൻ ചേർപ്പാൻ യേശുദ വേഗം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നോട് യാഗം കഴിച്ചവരായ, എന്നോട് നിയമം ചെയ്തവരായ ദൈവത്തിന്റെ മക്കളെ ചേർപ്പാൻ യേശുദ വേഗം വരികയാണ്. ആമേൻ. മറ്റൊരുത്തൻ രക്ഷയില്ല ദൈവമക്കളെ. നമ്മെ വിടിയിപ്പാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുവിന് മാത്രമേ രക്ഷിപ്പാൻ കഴിയൂ. ഒരു പള്ളിക്ക് നമ്മൾ രക്ഷിക്കാൻ കഴിയത്തില്ല. ഒരു ദാനകർമ്മങ്ങൾക്ക് നമ്മൾ രക്ഷിക്കാൻ കഴിയത്തില്ല. രക്ഷിപ്പാൻ കഴിയുന്നത് യേശുവിന് മാത്രം. കാരണം ദൈവകൽപ്പന എൻ്റെ പാപത്തെ കുറിച്ച് അതേ സ്തോത്രം എനിക്ക് പരിജ്ഞാനം നൽകുകയാണ്. ഈ 10 കൽപ്പന എന്ന് പറഞ്ഞത് എൻ്റെ പാപത്തെ കുറിച്ചുള്ള ഒരു കണ്ണാടിയാണ്. എൻ്റെ മുഖത്തിരിക്കുന്ന അഴുക്കുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിലക്കണ്ണാടി വീട്ടിലുള്ളത് പോലെ എൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കണ്ണാടിയാണ് 10 കൽപ്പന. ഈ 10 കൽപ്പന ഞാൻ വിഗ്രഹത്തെ ആരാധിച്ചുവെങ്കിൽ, ഞാൻ അന്യദൈവത്തെ ആരാധിച്ചുവെങ്കിൽ, ഞാൻ കൽപ്പന ലംഘിച്ചുവെങ്കിൽ, ഞാൻ ശബദിനെ ധിക്കരിച്ചുവെങ്കിൽ, ആമേ, അയ്യോ, ഞാൻ ഈ ലോകത്തിലെ വലിയൊരു പാപി എന്ന് തോന്നുകയാണെങ്കിൽ, ആമേ, ഞാൻ ഈ പാപം എങ്ങനെ രക്ഷപ്പെടും? അങ്ങനെ നിന്ന് രക്ഷിപ്പാനിതാ യേശു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ആ കൽപ്പന ലംഘികളായ ആളുകളായിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ രാത്രി പറയുക,
ഞാൻ കൽപ്പന ലംഘിച്ചൊരു വ്യക്തിയാണ്. 10 കൽപ്പന ലംഘിച്ചൊരു വ്യക്തിയാണ്. ആ കൽപ്പന ലംഘിച്ചത് കൊണ്ട് ഞാൻ പാപിയായി തീർന്നു. ആ പാപം രക്ഷിപ്പാൻ ആർക്ക് കഴിയും? യേശുവുണ്ട്. പാപിയുണ്ട്, കൽപ്പനയുണ്ട്, യേശുവുണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശോടുകൂടെ കൽപ്പന നീങ്ങിപ്പോയുമെങ്കിൽ പിന്നെ ഇവിടെ പാപിയില്ല. പാപിയില്ലെങ്കിൽ രക്ഷിപ്പാൻ പിന്നെ യേശുവിന്റെ ആവശ്യവും ഇല്ല. 6ാമത്തെ 5ാമത്തെ കൽപ്പന, നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകണമെങ്കിൽ നിന്റെ അപ്പനെ അമ്മനെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. 7ാമത്തെ കൽപ്പന, കൊല ചെയ്യരുത്. 8ാമത്തെ കൽപ്പന, നീ വ്യഭിചാരം ചെയ്യരുത്. 9ാമത്തെ കൽപ്പന, നീ മോഷ്ടിക്കരുത്. 10ാമത്തെ കൽപ്പന, മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. അവരുടെ യാതൊന്നിനെ എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 10 കൽപ്പന യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന മക്കൾക്ക് ആചരിക്കുവാൻ വേണ്ടി, അത് മനസ്സിലാക്കുവാൻ വേണ്ടി, പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അറിയാൻ വേണ്ടി ദൈവം തന്റെ സ്വന്തം കരങ്ങളാൽ മോശയെ കൂടെ കൊടുത്തു വിട്ടു. ഹല്ലേലൂയ, ആമേൻ. അതിന്ന് നിങ്ങൾ അംഗീകരിക്കുക. ഈ 10 കൽപ്പനയിലൂടെ മാത്രമേ എന്തുള്ളൂ? എനിക്ക് രക്ഷപ്പെടുവാൻ മാർഗമുള്ളൂ. ശബദ് ആരാധിച്ചാൽ മാത്രമേ. യേശു ക്രിസ്തു എവിടെ ഏത് പള്ളിയിൽ പോയി? യേശു പോയതുപോലെ ഞാനും ആ പള്ളിയിൽ പോകുമ്പോൾ യേശു അതെ ആരാധിച്ചതുപോലെ ഞാനും ആരാധിച്ചാൽ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. ഈ 10 കൽപ്പനയിൽ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുമെങ്കിൽ, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ മോഷ്ടിച്ചുവെങ്കിൽ, ഞാൻ മോഹിച്ചുവെങ്കിൽ, ശബദിനെ ലംഘിച്ചുവെങ്കിൽ, ആമേൻ, കൂട്ടുകാരന് ദോഷം നിരൂപിച്ചുവെങ്കിൽ, ആമേൻ, നിന്നെ രക്ഷിപ്പാൻ ഇതാ വലത് ഭാഗത്ത് ആരുണ്ട്? ക്രിസ്തുവുണ്ട്. അതാണ് ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസവും. ഈ യേശു ക്രിസ്തു നീ കൽപ്പന ലംഘിച്ചു എന്ന് ഒരു പാപബോധം വന്നു കഴിഞ്ഞാൽ നിനക്കായി ഒരു കൃപ യേശുവിലൂടെ ലഭിക്കും. ഹല്ലേലൂയ, യേശുവിലൂടെ ലഭിക്കും കൃപ. അതാണ് കർത്താവ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നാം വിശ്വാസത്താൽ എന്ത്? കൃപ മൂലം നാം എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെ പാപം, ഞാൻ കൽപ്പന ലംഘിച്ച് പാപിയായപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിച്ചു. യേശുവിന് മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. ആ യേശുവിനെ വിശ്വസിച്ചപ്പോൾ, എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ യേശു ക്രിസ്തു എനിക്ക് കൃപ ലഭിച്ചു. ആമേൻ. ആ കൃപയിലൂടെ ഞാൻ ഒരു സത്യ ക്രിസ്ത്യാനിയായി മാറുകയാണ്. ഞാൻ ദൈവവചനായി മാറാൻ പോവുകയാണ്. ഞാൻ മാറിക്കഴിയാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ അവസാനിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിപ്പാൻ, യേശു ക്രിസ്തു പള്ളിയിൽ പോലെ പള്ളിയിൽ പോകുവാൻ, യേശു ക്രിസ്തു കൽപ്പന അനുസരിച്ചതുപോലെ നമുക്ക് കൽപ്പന അനുസരിപ്പാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇന്ന് രാത്രി 3 മാലകങ്ങളുടെ ദൂതുകൾ. 1ാമത്തെ മാലക പറഞ്ഞ ദൈവത്തെ ഭയപ്പെടുക. ആകാശം ഭൂമിയും സമുദ്രവും നീരുറവകൾ സൃഷ്ടിച്ചതിന് മാത്രം എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ആമേൻ. കാരണം അവിടെ ന്യായവിധി ആരംഭിപ്പാൻ സമയമായിരിക്കുകയാണ്. 2ാമത്തെ കൽപ്പന, ഒരു വലിയ മൃഗമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. താല്പര്യം 7ാം അധ്യായം നമ്മൾ വായിക്കുക. അവിടെ വലിയൊരു മൃഗം വരുന്നുണ്ട്. ആ മൃഗമാണ് ഞായറാഴ്ച ആചാരം കൊണ്ടുവന്നത്. ശബദിനെ മാറ്റിയതും അവർ തന്നെയാണ്. സമയത്തെ മാറ്റിയത് അവർ തന്നെയാണ്. ദിവസത്തെ മാറ്റിയത് അവർ തന്നെയാണ്. ആമേൻ. കൽപ്പന മാറ്റിയതും അവർ തന്നെയാണ്. അതുകൊണ്ട് ദൈവം പറയുക, നീ എന്റെ വിശുദ്ധ ശബദിനെ അശുദ്ധമാക്കാതെ. പ്രകാരം വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 58ാം അധ്യായം അതിന്റെ 13ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഈ കൽപ്പന അനുസരിക്കുമ്പോൾ, ഈ ശബദം അനുഷ്ഠിക്കുമ്പോൾ ഉള്ള അനുഗ്രഹം കൂടെ ഇപ്രകാരം വേദപുസ്തകം പറഞ്ഞു. യെശയ്യാവിന്റെ പുസ്തകം 58ാം അധ്യായം അതിന്റെ 13ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികളൊന്നും നോക്കാതെ, വെറുത്ത സത്സ നേരം പോക്കാതെ ചെയ്യാതെ വണ്ണം അതിനെ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസമെന്നും നീ ബഹുമാന യോഗ്യം നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതെ നേരം പോക്ക്, അത് മാത്രം നിന്റെ കളിതമാശയോട് പറഞ്ഞു ആ ദിവസത്തെ അലക്ഷ്യമാക്കാതെ നീ ആ ദിവസത്തെ ബഹുമാനിക്കുകയും നിന്റെ ദൈവം അന്നേ ദിവസം നിന്നെ നോക്കുന്നു ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ ദിവസം, ദൈവത്തിനും ആ ദിവസത്തിനും അതേ നീ ബഹുമാനം കൊടുത്തുകൊണ്ട് നീ ആ യഹോവയിൽ നീ പ്രമോദിക്കുക. സ്തോത്രം. അടുത്ത വാക്യം, അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ആചരിക്കുമെങ്കിൽ, ആ ദൈവത്തിന്റെ ആരാധന പങ്കെടുക്കുകയും ചെയ്യുമെന്നുവെങ്കിൽ ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും.
യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം. സ്തോത്രം. പ്രിയ മക്കളെ, സ്തോത്രം. ഞാനവിടെ നിർത്തട്ടെ. പ്രിയ മക്കളെ, ഈ പ്രകാരം ദൈവത്തിന്റെ നിന്ന് കേട്ടുവല്ലോ 3 മാലാഖമാരുടെ ദൂതൻ നിന്ന് കേട്ടു കഴിഞ്ഞു. സ്തോത്രം. ഇപ്രകാരം ദൂത് ലോകത്തിലുള്ള ദൈവമക്കളെ, യേശു ക്രിസ്തു വേഗം വരാൻ പോവുകയാണ്. ആ യേശു ക്രിസ്തു നടന്നതുപോലെ, യേശു ക്രിസ്തു പള്ളിയിൽ പോയതുപോലെ, ആ യേശു ദൈവത്തിന്റെ മക്കൾക്ക് ഒരു മാനദണ്ഡം. അതേ സ്തോത്രം. വേദപുസ്തകം വിശ്വാസത്തിന്റെ ഒരു മാനദണ്ഡമാണ് വേദപുസ്തകം. ഇത് പറഞ്ഞിരിക്കുന്ന സത്യം നാം അനുസരിക്കുകയാണെങ്കിൽ, ദൈവകൽപ്പന പ്രമാണിക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷ്യത കൊണ്ട് ആവശ്യം ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ. ആമേ കർത്താവേ, ശാന്തസുന്ദരമായ സ്വർഗം. ആമേ കഷ്ടപ്പാടും പട്ടിണിയും രോഗമൊന്നുമില്ലാതെ, അതേ സെമിത്തേരികളോ തീവ്രവാദികളോ മരണമോ കണ്ണുനീരോ ഒന്നുമില്ലാത്ത ആ വലിയ സുന്ദരമായ രാജ്യത്ത് ആമേൻ എത്തിപ്പെടുവാൻ യേശു നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കള്ളന്മാരില്ലാത്ത, കൊള്ളക്കാരില്ലാത്ത, ആമേൻ പോലീസ് സ്റ്റേഷനുകളും കോടതികളും ഒന്നുമില്ലാത്ത രാജ്യത്ത്, ആമേൻ സ്തോത്രം, വന്യമൃഗങ്ങളൊന്നുമില്ലാത്ത രാജ്യത്ത്, സെമിത്തേരികളോ മരണമോ ഒന്നുമില്ലാത്ത രാജ്യത്ത് എന്നെ ചേർപ്പാൻ യേശു വരുന്നുണ്ട്. അത് ഒന്ന് മാത്രം, ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുവാൻ നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ മനോഹരമായൊരു പാട്ട് പാടാൻ പോവുകയാണ്. അതേ സ്തോത്രം. ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ദൂതൻ വേറൊരു ആകാശമധ്യ പറയുകയാണ്. ആകാശമധ്യ പറഞ്ഞുകൊണ്ട് പറയുന്നു, സകല ജാതി ഗോത്ര ഭാഷ ഈ ദൈവാലയം എല്ലാ ഭാഷക്കാർക്കും വരാം, എല്ലാ ജാതിക്കാർക്കും വരാം, എല്ലാ വ്യക്തികൾക്കും ഈ ദൈവാലയം. ഇവിടെ വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. യേശു സകലവരെയും സ്നേഹിക്കുന്നുണ്ട്. ആമേൻ. ആ യേശുവിനോടൊപ്പം ചേരുവാൻ, യേശുവിനോടൊപ്പം കൂട്ടായ്മയായിരിക്കാൻ, ആമേ യേശുദാ വേഗം വരാൻ പോകുന്നു. ആ യേശുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ആ യേശു ക്രിസ്തു തന്റെ കരങ്ങൾ എഴുതപ്പെട്ട 10 കൽപ്പന അത് അനുസരിപ്പാൻ. അത് ഇന്നു മുതൽ ഞാൻ അന്യ ദൈവങ്ങളെ ആരാധിക്കാതെ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, ഒരു വിഗ്രഹത്തെയും ആരാധിക്കാതെ യേശുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഇന്നു മുതൽ ഞാൻ യേശുവിനായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ശബ്ദത്തിനെ ഞാൻ ബഹുമാനത്തോടും ആദരവോടും കൂടെ ആരാധിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവർ ആമേൻ. അതേ സ്തോത്രം. നിങ്ങൾ ആ സ്ഥാനം നിൽക്കുക. ഇപ്പോൾ മനോഹരമായ ഒരു പാട്ട് ഇതാ പാടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. ഈ മനോഹരമായ ഗാനം നമുക്ക് അവർ കരങ്ങളടിച്ച് നമ്മൾ ഒരുമിച്ച് പാട്ട് പാടാം. ആമേ. അവരുടെ ഒരുമിച്ച് ഇപ്പോൾ കൊയർ പാടും. അവരോടൊപ്പം നമുക്കും ചേർന്ന് പാടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തികച്ചുന്ന ഒരു നിമിത്തം നീയൻ വരുവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചുന്ന ഒരു നിമിത്തം നീയൻ വരുവാതിൻ താമസമേറെയില്ല. എന്റെ വാഗ്ദത്തത്തെ നിറവേറുന്നേ ഒരുങ്ങിയിട. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിട. ക്ഷാമങ്ങൾ ഭൂമ
ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനമായി നമുക്ക് പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിക്കാം. ഹല്ലേലൂയ. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. நல்ல ஒரு சத்தியத்தை நாம் கேட்டோம். இந்த கடைசி காலத்தில் ஆண்டவர் ஒரு நித்திய சுவிசேஷத்தை இந்த உலகத்துக்கு வைத்திருக்கிறார். இந்த நித்திய சுவிசேஷத்தை நாம் கேட்டு இதோ அந்த சுவிசேஷத்துக்கு நம்மை நாம் ஒப்பு கொடுத்த பிள்ளைகளா இந்த நாளிலே கர்த்தாவே உடைய திரு சமூகத்திலே நாம் ஒவ்வொருவரும் செபிப்போம். அன்பின் ஆண்டவர் இந்த நாளிலே இந்த கன்வென்ஷன் கூட்டங்களில் கலந்து கொண்ட ஒவ்வொரு பிள்ளைகளையும் கர்த்தரபரிவாய் ஆசீர்வதிக்க வேண்டும். ஒளிபெருக்கின் வாயிலாக கேட்டுக்கொண்டிருக்கிற அவருடைய பிள்ளைகளையும் கர்த்தரபரிதமாய் ஆசீர்வதிக்க வேண்டும். நாம் ஜெபிப்போம். பரிசுத்தம் நிறைந்த நல்ல ஆண்டவரே, இந்த அருமையான இந்த பரிசுத்த கொடுகையிலே கர்த்தாவே, இந்த முதலாம் நாள் கன்வென்ஷன் கூட்டங்களிலே அவருடைய பெரிதான இரக்கமும் கிருபையும் பிரசன்னமும் பரிசுத்த ஆவியின் ஆண்டவரே இதோ அசைவாடுதலும் ஆண்டவரே இந்த நேரத்தில் இருப்பதற்காக நன்றியோடு துதிக்கிறோம், சோதரிக்கிறோம். ஆண்டவரே உடைய கிருபையினாலே கர்த்தாவே எங்கு ஆண்டவரே வந்திருக்கிற ஒவ்வொரு பிள்ளைகளையும் கர்த்தர் நீர் ஆண்டவரே நிரப்பி அருளி ஆண்டவரை நிரப்பி அருளிய கிருபைகளுக்காக நன்றியோடு சோதரிக்கிற தகப்பனே, இந்த பரிசுத்தமான இந்த கொடுகையில கர்த்தாவே உடைய திரு சமூகத்தில் எங்களை தாழ்த்தி வறுமையாக்கி ஒப்புக் கொடுக்கிறோம். அன்பின் ஆண்டவரே இதோ 52 வருஷங்களாக இது ஒரு பேழையை கர்த்தாவே நீர் இந்த இடத்திலே ஆண்டவரை வல்லமையாய் எடுத்து பயன்படுத்தி வருகிறீர். நித்திய சுவிசேஷத்தை இந்த பகுதி ஜனங்களுக்கும் ஆண்டவரே இளோ பிள்ளைகளுக்கும் நீர் அறிவித்துக் கொண்டு வருகிறீர். நன்றியோடு சோதரிக்கிறோம், துதிக்கிறோம். கர்த்தாவே இந்த பேழைக்குள்ளாய் பிரவேசிப்பதற்கு ஆண்டவர் உடைய பிள்ளைகளை நீர் ஆண்டவரை வழிநடத்த வேண்டுமா ஜெபிக்கிறோம். சத்ருவாகிய பிசாசானவன் கொண்டு வருகிற எல்லா தடைகளையும் கர்த்தாவே நீர் ஆண்டவரே இயேசுவின் நாமத்தினாலே கர்த்தர் ஆண்டவரை நீர் அப்புறப்படுத்த வேண்டுமாய் நாங்கள் ஜெபிக்கிறோம். ஆண்டவரே இதோ தொடர்ந்து கர்த்தாவே உடைய திருசமூகத்தில் ஒப்புக் கொடுக்கிறோம். இந்த நாளில கர்த்தாவே நல்ல ஒரு செய்தியை கேட்டோம், நித்திய சுவிசேஷ செய்தியை ஆண்டவரே இந்த செய்திக்கு ஒப்பு கொடுத்த பிள்ளைகளாக ஆண்டவரே இதோ நீர் கல்வாரி சிலுவையில எங்களுக்காய் ஆண்டவரே எங்க பாவங்களை சுமந்து ஆண்டவரே இதோ உலகத்தின் பாவங்களை சுமந்து தீர்த்த தேவாட்டுக்குட்டி என்று நாங்கள் வேதத்தில் வாசிக்கிறோமே. கர்த்தாவே எங்களுடைய பாவங்களை எல்லாம் அந்த சிலுவையில நீ சுமந்து தீர்த்தீர. இதோ ரட்சிக்கப்படுவதற்கு நான் என்ன செய்ய வேண்டும் என்று கேட்ட இந்த கேள்விக்கு இதோ கர்த்தராகிய இயேசுவை விசுவாசி, அவரை நம்பு, அப்பொழுது நீ ரட்சிக்கப்படுவாய், அப்பொழுது பாவத்திலிருந்து நீ விடுதலையாக்கப்படுவாய், இதோ உன்னுடைய பாவங்கள் மன்னிக்கப்படும் என்று சொன்ன தேவனே, இதனால கர்த்தாவே வந்திருக்கிற நம்முடைய பிள்ளைகள் கர்த்தாவே பாவ பாரத்தினாலே பாவ பிடியினாலே ஆண்டவரே இதோ சிக்கிக்கொண்டு தவித்துக் கொண்டு இருக்கிற நம்முடைய பிள்ளைகளை கர்த்தருடைய ரத்தத்தினாலே ஆண்டவரே ரத்த கோட்டைக்குள்ளாய் ஆண்டவரை மூடி மறைத்து விடுதலையாக்கி அருள வேண்டுமாய் ஜெபிக்கிறோம். அன்பின் ஆண்டவர் தாமே இந்த ஒளிபெருக்கின் வாயிலாக கேட்டுக்கொண்டிருக்கிற நம்முடைய பிள்ளைகள் ஆண்டவரை பாவ பாரத்தினாலும் கஷ்டத்தினாலும் இதோ பாவ ஆண்டவரை குற்ற உணர்வினாலும் கர்த்தாவே ஏதோ துக்கப்பட்டு வேதனைப்பட்டு கொண்டு இருக்கிற என்னுடைய பிள்ளைகளை ஆண்டவரே உடைய ரத்தத்தினால விடுதலையாக்கி அருள வேண்டுமாய் ஜெபிக்கிறோம். கர்த்தராகிய இயேசு என்கிற ஆண்டவரே அந்த வல்லமையான நாமம் ஆண்டவரே ஏதோ பாவத்தை போக்கும், பயமதை நீக்கும். ஆண்டவரே வல்லமையான நாமம் சாத்தானுடைய சேனைகள் நடுங்கும். கர்த்தாவே இயேசுவின் நாமம், அப்படிப்பட்ட நாமத்தினால் நம்முடைய பிள்ளைகளை நீர் ஆசீர்வதிங்க. அன்பின் ஆண்டவரே இந்த நாளில கர்த்தாவே துக்கத்தோடும் வேதனையோடும் துன்பத்தோடும் வருத்தத்தோடும் பாரத்தோடும் உடைய சமூகத்தில் காத்திருப்பார்கள் சொன்னா கர்த்தர் எல்லாவற்றையும் நீக்கி போடுங்க. ஆண்டவரே ஏதோ வருத்தப்பட்டு பாரம் சுமக்கிறவர்களே நீங்கள் எல்லோரும் என்னிடத்தில் வாருங்கள், உங்களுக்கு இளைப்பாறுதல் தருவேன் என்று சொன்ன தேவன். கர்த்தர் மேல் உன் பாரத்தை வைத்து விடு, கலங்கி தவிக்காதே என்று சொன்ன தேவன். கர்த்தாவே இந்த நாளில கர்த்தாவே பாரமெல்லாம் நீங்கின, பாவ பாரம் நீங்கின ஆண்டவரை குடும்ப கஷ்டம் எதிர்காலத்தை குறித்த ஆண்டவரை கவலைகள் கண்ணீர்கள் எல்லாவற்றும் நீங்கின பிள்ளைகளாய் ஆண்டவரை கடந்து செல்ல கர்த்தர் உதவி செய்யுங்க. ஒளிபெருக்கின் வாயிலாக கேட்டுக்கொண்டிருக்கிற உடைய பிள்ளைகள் கர்த்தாவே ஏதோ கண்ணீரோடு கவலையோடு வியாதியோடு துக்கத்தோடு இருப்பார்கள் என்று சொன்னார். கர்த்தர் நீர் ஒரு செய் ஆண்டவரை அவர்களை விடுதலையாக்கி வேண்டுமாய் ஜெபிக்கிறோம். இந்த நித்திய சுவிசேஷத்தின் ஆசீர்வாதத்தை அவர்கள் பெற்றுக்கொள்ளும்படியாய் ஆண்டவரை கிருபை செய்ய வேண்டுமாய் ஜெபிக்கிறோம். அன்பின் ஆண்டவரே இந்த நாளிலே நல்ல சத்தியத்தை நாங்கள் கேட்டோம். கர்த்தாவே இந்த பரிசுத்தமான ஓய்வு நாளை ஆசரிக்க வேண்டும். இதோ இயேசு கிறிஸ்துவின் மீது உள்ள விசுவாசத்தையும் ஆண்டவரை கற்பனைகளையும் கைக்கொள்ள வேண்டும் என்று நாங்கள் வேதத்தில் வாசித்த தகப்பனே, அந்த சத்தியத்துக்கு இணங்கிகளை ஒப்பு கொடுத்த பிள்ளைகளாய் ஆண்டவரே இந்த நாளிலே கர்த்தாவே உம்முடைய தூய ரத்தத்தினாலே நாங்கள் கழுவப்பட்ட பிள்ளைகளாய்
இந்த இடத்தை விட்டு நாங்கள் கடந்து செல்ல கர்த்தர் உதவி செய்யுங்க. இதை நல்லது ஒரு சத்தியத்தை கொடுத்த உம்முடைய மகன் ஆண்டவரே ஊழியக்காரர் ஆண்டவரே மூத்த போதகர் பாபு அவர்களோடு உடைய கிருபை இருந்து கர்த்தாவே அவர்களை இன்னும் தொடர்ந்து நீர் வல்லமை அடித்து பயன்படுத்துங்க, ஆசீர்வதிங்க. இந்த பகுதியில் இருக்கிற போதகர் ஆண்டவரே போதகர் நடராஜன் அவர்களை கர்த்தர் நீர் ஆசீர்வதிங்க. இதோ கடந்து வந்திருக்கிற ஆண்டவரே போதகர் அவர்களோடு உடைய கிருபை இருக்க வேண்டுமா ஜெபிக்கிறோம். பாடல் பாடினாடு துதி ஆராதனை செலுத்தின ஏறெடுத்து உடைய பிள்ளைகளோடும் இசை வாசித்த உடைய பிள்ளைகளோடும் உடைய கிருபை இருக்க வேண்டுமா ஜெபிக்கிறோம். இந்த நாளில் கடந்து வந்த ஒவ்வொரு பிள்ளைகளையும் கர்த்தாவே உடைய கிருபைக்குள்ளாய் மூடி மறைத்து பாதுகாத்துக் கொள்ளுங்க. ஒளிபெருக்கின் வாயிலாக கேட்டுக்கொண்டு இருக்கிற ஒவ்வொரு பிள்ளைகளையும் கர்த்தாவே உடைய கிருபைக்குள்ளாய் மூடி மறைத்து பாதுகாத்துக் கொள்ளுங்க. தொடர்ந்து கர்த்தாவே ஆண்டவரே மழையினால ஆண்டவரே ஏற்பட்ட தடைக்காய் ஆண்டவரே நாங்கள் ஆண்டவரே வருந்துகிறோம். ஆனாலும் கர்த்தாவே இந்த கூட்டம் எந்த ஒரு தடை இல்லாதபடி ஆண்டவரே நம்முடைய சத்திய வசனம் ஆண்டவரே அநேகருக்கு சென்றதற்காக நன்றியோடு சோதரிக்கிறோம். நாளை தினத்திலும் கர்த்தாவே இந்த கன்வென்ஷன் கூட்டங்கள் எந்த ஒரு தடை ஆண்டவரை தடையில்லாதபடிக்கு மீண்டுமாய் ஒரு நல்லதொரு சத்தியத்தை கேட்க கர்த்தர் எங்களுக்கு கிருபை செய்ய வேண்டுமா ஜெபிக்கிறோம். இந்த நாளில மரண வீட்டுக்காக நம்முடைய கரத்துல வருகிறோம். ஆண்டவரை நம்முடைய பிள்ளைகளையும் கர்த்தர் ஆறுதல் படுத்துங்க, தேர்தல் படுத்துங்க. அதனால வர தடைப்பட்ட பிள்ளைகளோடு நம்முடைய கிருபை இருக்கட்டும். நாளை தினத்தில் அவர்களும் சேர்ந்து ஆண்டவரே நம்முடைய திரு சமூகத்தில் வந்து ஆண்டவரை தொழுது கொள்கிற கிருபையில தாருங்க. தொடர்ந்து கர்த்தாவை எங்களை தாழ்த்து வெறுமையாக்கி ஒப்புக் கொடுக்கிறோம். குற்றங்கள் குறைகள் தப்பிதங்க மீறுதல் பாவங்கள் எல்லாவற்றையும் கர்த்தர் தயவாய் மன்னித்து இந்த நாளில் ஆண்டவரே நாங்கள் ஆண்டவரை சமாதானத்தோடு கடந்து செல்ல உம்முடைய சத்திய ஆசீர்வாதத்தோடு நாங்கள் கடந்து செல்ல உம்முடைய வல்லமையான ஜீவ வார்த்தைகளோடு ஆண்டவரை உயிருள்ள ஜீவ வார்த்தைகளோடு நாங்கள் கடந்து செல்ல கர்த்தர் எங்களை ஒவ்வொருவரையும் ஆசீர்வதிக்க வேண்டுமா எல்லாவற்றையும் திரு சமூகத்தில் ஒப்புக் கொடுக்கிறோம். எங்களுக்காக மரித்து உயிர் தெழுந்த கர்த்தராகிய இயேசுவின் நாமத்தில் ஜெபிக்கிறோம் எங்கள் ஜீவனுள்ள நல்ல பிதாவே, ஆமென். കർത്തൃ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യപ്പെടണമേ, തിരു ഇഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപക്കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ സകലദോഷം പിടിപ്പിച്ചോളണം. എന്തുടന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നതല്ലോ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും ഇന്ന് ഇവിടെ കേട്ടതായ ദൈവത്തിന്റെ വചനത്തോടും ഇത് ശ്രമിച്ചതായ വ്യക്തികളോടും ഇത് കേൾപ്പിച്ചതായ പ്രിയ ദാസമകനോടും ഇതിന് ക്രമീകരണങ്ങൾ ചെയ്ത എല്ലാവരോടും ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത എല്ലാവരോടും ഇതിൻ്റെ ശബ്ദവും വെളിച്ചവും തന്ന പ്രിയമുള്ള SR സൗണ്ട്സിനോടും ഈ ദേശത്തോടും ഇന്നും എന്നേക്കും കാലാന്ത്യത്തോടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.